Okay, welcome to mFavor Learning App. Myself Bushra. So next നമുക്ക് start ചെയ്യാം class. Okay, so നമ്മുടെ next topic ആണ് preparation of trial balance. Okay, so preparation of trial balance എന്ന് വെച്ചാൽ ഇപ്പോൾ എന്തിനാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്, എന്താണ് ട്രയൽ ബാലൻസ്, നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് മീനിങ് അതിൻ്റെ കോൺസെപ്റ്റ് എന്തെന്ന് പറഞ്ഞു തരാം. അതിനുശേഷം നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ട്രയൽ ബാലൻസ് ആക്ച്വലി ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അതേപോലെ ദാറ്റ് ലിസ്റ്റ് ഓൾ ദ ജനറൽ ലെഡ്ജർ അക്കൗണ്ട്സ് ആൻഡ് ദെയർ ബാലൻസസ്. ഓക്കെ, ട്രയൽ ബാലൻസ് എന്ന് വെച്ചാൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സോ അതിൽ എന്താണ് ലിസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ലിസ്റ്റ് ഓൾ ദ ജനറൽ ലെഡ്ജർ അക്കൗണ്ട് ആൻഡ് ദെയർ ബാലൻസസ്. ഒരു ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ ജനറൽ അക്കൗണ്ടിന്റെയും അതേപോലെ തന്നെ അതിന്റെ ബാലൻസസും ആണ് ഫുൾ ആയിട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു വെരിഫൈ. എന്തിനു വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണേ? ഇറ്റ് ഈസ് യൂസ്ഡ് ടു വെരിഫൈ അക്യുറസി ഓഫ് ബുക്ക് കീപ്പിംഗ്. ബുക്ക് കീപ്പിംഗിന്റെ അക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതേപോലെ എൻഷുർ ദാറ്റ് ടോട്ടൽ ഓഫ് ഓൾ ഡെബിറ്റ് ബാലൻസ് ഈക്വൽ ടോട്ടൽ ഓഫ് ഓൾ ക്രെഡിറ്റ് ബാലൻസ്. ഡെബിറ്റ് ബാലൻസും അതേപോലെ ക്രെഡിറ്റ് ബാലൻസും ഈക്വൽ ആണെന്ന് എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. ഓക്കെ, സോ എന്തൊക്കെയായിരുന്നു ട്രയൽ ബാലൻസ് എന്ന് വെച്ചാൽ? ട്രയൽ ബാലൻസ് എന്ന് വെച്ചാൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ദാറ്റ് ലിസ്റ്റ് ഓൾ ദ ജനറൽ ലെഡ്ജർ അക്കൗണ്ട് ആൻഡ് ദെയർ ബാലൻസസ്. അതിൽ എല്ലാ ജനറൽ ലെഡ്ജർ അക്കൗണ്ട് ബാലൻസസും ഉണ്ടാകും. അത് എന്തിനാണ് ഈ ട്രയൽ ബാലൻസ് യൂസ് ചെയ്യുന്നത്? ആക്ച്വലി നമ്മൾ ബുക്ക് കീപ്പ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതിന്റെ അക്യുറസി, അതിന്റെ ട്രൂത്ത്ഫുൾനെസ് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാനും അതേപോലെ ട്രയൽ ബാലൻസിനോട് ഉറപ്പ് വരുത്തണം ഡെബിറ്റും അതേപോലെ തന്നെ ക്രെഡിറ്റിന്റെ ബാലൻസും ഈക്വൽ ആണെന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, ഇതാണ് ട്രയൽ ബാലൻസ് എന്ന് വെച്ചാൽ. ഓക്കെ, സിമ്പിളായി പറയുകയാണെങ്കിൽ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈക്വൽ ആയിരിക്കണം. ട്രയൽ ബാലൻസ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ ജനറൽ ലെഡ്ജർ അക്കൗണ്ടും അതിന്റെ ബാലൻസസും ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ ബുക്ക് കീപ്പിംഗിന്റെ അക്യുറസി എത്രത്തോളം ഉണ്ടെന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ട്രയൽ ബാലൻസിന്റെ മീനിങ് ക്ലിയർ ആയോ? ഓക്കെ, ശില്പ, അനു. ഓക്കെ, ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഫീച്ചേഴ്സ് ഓഫ് ട്രയൽ ബാലൻസ് ആണ്. ട്രയൽ ബാലൻസിന്റെ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഉണ്ടാവുക? സോ ഫസ്റ്റ് വൺ, അക്കൗണ്ട് ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഡിവൈഡ്സ് അക്കൗണ്ട് ഇൻടു 2 കോളംസ്. ആക്ച്വലി ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് 2 കോളം ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകും. അത് ഏതൊക്കെയാണ് ഈ 2 അക്കൗണ്ട് അല്ലെങ്കിൽ 2 കോളം എന്ന് പറയുന്നത് എന്തൊക്കെയാന്ന് വെച്ചാൽ ഒന്ന് ഡെബിറ്റും ഒന്ന് ക്രെഡിറ്റും. ഓക്കെ, സോ ആക്ച്വലി ഡെബിറ്റിലും ക്രെഡിറ്റിലും എന്താ ഷോ ചെയ്യുന്നത് പറഞ്ഞാൽ ബാലൻസ് ഓഫ് ഈച്ച് അക്കൗണ്ട് ഇൻ കറസ്പോണ്ടിങ് കോളം. ഡെബിറ്റിന്റെയും അതേപോലെ തന്നെ ക്രെഡിറ്റിന്റെയും ബാലൻസസ് ആണ് രണ്ടും എന്ത് ചെയ്തിരിക്കുന്നത്? ഷോ ചെയ്യുന്നത്. ഓക്കെ, സോ എന്തായിരുന്നു ഫീച്ചേഴ്സ് ഓഫ് ട്രയൽ ബാലൻസിലെ ഫസ്റ്റ് പോയിന്റ്? അക്കൗണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്. ഇറ്റ് ഡിവൈഡ്സ് അക്കൗണ്ട്സ് ഇൻടു, അതായത് അക്കൗണ്ട് 2 കോളംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡെബിറ്റും ഒന്ന് ക്രെഡിറ്റും ആണ്. അതിലെന്താ ഷോ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ ബാലൻസ് ഓഫ് ഈച്ച് അക്കൗണ്ട്, ഓരോ അക്കൗണ്ടിലെ ബാലൻസും ആണ് ഷോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് അക്കൗണ്ട് ക്ലാസിഫിക്കേഷൻ. ഇനി നെക്സ്റ്റ് ആണ് പ്രിപ്പറേഷൻ സ്റ്റേജ്. പ്രിപ്പറേഷൻ സ്റ്റേജ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂഷ്വലി പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് അക്കൗണ്ടിങ് പീരീഡ്. എന്ന് വെച്ചാൽ ഒരു അക്കൗണ്ടിങ് പീരീഡിന്റെ എൻഡിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അക്കൗണ്ടിങ് പീരീഡിന്റെ എൻഡ് എന്ന് വെച്ചാൽ മന്ത്ലി ആകാം, ക്വാർട്ടർലി ആകാം, ആനുവലി ആകാം. ആക്ച്വലി ഒരു അക്കൗണ്ടിങ് പീരീഡിൽ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏപ്രിൽ 1 ടു അതേപോലെ തന്നെ എപ്പോഴായിരുന്നു? 31
മാർച്ചാണ് ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രിപ്പറേഷൻ സ്റ്റേജിൽ ആക്ച്വലി എപ്പോഴാണ് ഇത് ഇറ്റ് ഈസ് യൂഷ്വലി പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് അക്കൗണ്ടിങ് പീരീഡ്, മന്ത്ലി, ക്വാർട്ടർലി ഓർ ആനുവലി ആസ് ആൻ ഇമ്മീഡിയറ്റ് സ്റ്റെപ്പ് ബിഫോർ ക്രിയേറ്റിംഗ് ഫിനാൻഷ്യൽ സ്റ്റെപ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ആണ് എറർ ഡിറ്റക്ഷൻ ടൂൾ ആണ് എന്ന് വെച്ചാൽ ഇറ്റ് ഹെൽപ്സ് ഇൻ, അപ്പോൾ ട്രയൽ ബാലൻസ് എന്തിനാ ഹെൽപ്പ് ചെയ്യണം, എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനാണ് ലെഡ്ജറിൽ. ബട്ട് ഡിറ്റ്സ് നോട്ട് ഗ്യാരണ്ടി കംപ്ലീറ്റ്. അപ്പോൾ നമുക്ക് ട്രയൽ ബാലൻസിലൂടെ നമുക്ക് ഫുൾ ആയിട്ട് അക്യുറസി ഉണ്ട് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റൂല. അപ്പോൾ എറർ ലൈക്ക് ഇപ്പോൾ ഓമിഷൻ എന്തെങ്കിലും വിട്ടുപോയി അല്ലെങ്കിൽ റോങ് ആയിട്ട് എൻട്രി ചെയ്തു, കോമ്പാൻസേറ്റിംഗ് എറർ, ഇങ്ങനെയുള്ള എററൊക്കെ ആയിരിക്കും വരാനുള്ള ചാൻസ്. ഓക്കെ, സോ നമുക്ക് ട്രയൽ ബാലൻസിലൂടെ എറർ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും, പക്ഷെ നമുക്ക് കംപ്ലീറ്റ് അക്യുറസി കിട്ടാനുള്ള ഗ്യാരണ്ടി അതിനുള്ള ചാൻസ് വന്നിട്ട് കുറവായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് നോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റ്. ഇതൊക്കെ എന്താ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് അല്ല, ഇൻകം സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ട്രയൽ ബാലൻസ് ഈസ് നോട്ട്, ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് ഒരു ഫൈനൽ സ്റ്റേറ്റ്മെന്റ് അല്ല, പക്ഷെ എന്താണ് ആക്ച്വലി ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടാണ്. ഇന്റേണൽ വെരിഫിക്കേഷൻ എന്ന് വെച്ചാൽ വിത്തിൻ ദ ഓർഗനൈസേഷനിൽ എന്തൊക്കെയാണോ ട്രാൻസാക്ഷൻസ് അതിന് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക. But trial balance is not considered as a final statement, but the report will be used for the internal verification purpose. ഈ റിപ്പോർട്ട് ഇന്റേണൽ വെരിഫിക്കേഷൻ പർപ്പസിനായിരിക്കും യൂസ് ചെയ്യുക, അല്ലാതെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഒരിക്കലും ട്രയൽ ബാലൻസ് ട്രീറ്റ് ചെയ്യില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഹെൽപ്സ് ഇൻ അഡ്ജസ്റ്റ്മെന്റ്. ഹെൽപ്സ് ഇൻ അഡ്ജസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ ഇറ്റ് ആക്ട് ആസ് എ ഗൈഡ് ഫോർ മേക്കിംഗ് നെസറി അഡ്ജസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ ട്രയൽ ബാലൻസിലൂടെ നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും. അതായത് ഇപ്പം നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതേപോലെ സച്ച് ആസ് അക്രൂവൽ. അക്രൂവലിന്റെ മീനിങ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, ഏൺ ചെയ്തിട്ടുണ്ടാകും പക്ഷെ റിസീവ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് കേട്ടോ. അക്രൂവലിന്റെ മീനിങ് ആണ് ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. ഓക്കെ, സോ അക്രൂവൽ. ഡെഫറൽ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, ഡെഫറൽ എന്ന് വെച്ചാൽ അഡ്വാൻസ് പേയ്മെന്റ് ആണ്. ഒന്ന് അറിയാത്ത ജസ്റ്റ് എന്തെങ്കിലും ടേംസ് ഒക്കെ വന്നാൽ ഉടനെ തന്നെ നിങ്ങൾ ഒരുമിച്ച് തന്നെ നോട്ട് ചെയ്ത് പോവുക കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നെക്സ്റ്റ് നോട്ടൊക്കെ വരുന്ന സമയത്ത് കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒന്ന് എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ബിഫോർ പ്രിപ്പയർ ഫൈനൽ അക്കൗണ്ട്സ്. അപ്പോൾ ആക്ച്വലി ഹെൽപ്സ് ഇൻ അഡ്ജസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൽ ജേർണൽ എൻട്രി അല്ലെങ്കിൽ ഇത് പാസ് ചെയ്യുന്ന സമയത്ത് ഇത് യൂസ്ഫുൾ ആണ്. അത് അക്രൂവൽ ടൈപ്പിൽ, അക്രൂവൽ എന്ന് വെച്ചാൽ ഏൺ ചെയ്തിട്ടുണ്ടാകും പക്ഷെ റിസീവ് ചെയ്തിട്ടുണ്ടാവൂല. ഓക്കെ, എക്സാമ്പിൾ ഇപ്പൊ റെന്റ് അങ്ങനെയൊക്കെ. അപ്പൊ അതേപോലെ ഡെഫറൻസ് അഡ്വാൻസ് ആയിട്ട് പേയ്മെന്റ്. സോ ഫൈനൽ അക്കൗണ്ട്സിന് മുന്നേ ഒക്കെ ഇതൊരു റെഫറൻസ് പർപ്പസിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന പറയുന്നത്. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് ആണ് ബാലൻസ് ഓഫ് ഓൾ അക്കൗണ്ട് എന്ന് വെച്ചാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആണ് ഉള്ളത്. എന്തൊക്കെയാണ് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ഉണ്ടാവുക വെച്ചാൽ അതായത് ഇവിടെ അസറ്റ്, ലൈബിലിറ്റീസ്, ക്യാപിറ്റൽ, റവന്യൂ, എക്സ്പെൻസ് റിഫ്ലക്ട് ഇൻ ദയർ റെസ്പെക്റ്റീവ് ബാലൻസ് അറ്റ് പോയിന്റ് ഓഫ് ടൈം. സോ എല്ലാ ടൈപ്പ് ഓഫ് അക്കൗണ്ടും ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, ഇനി 2 കോളം ഫോർമാറ്റ് എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഇൻക്ലൂഡ്സ്. ഒരു കോളം എന്തിനായിരുന്നു, ഡെബിറ്റ് ബാലൻസ് ആയിരുന്നു. അനദർ ഫോർമാറ്റ് എന്താണ്, അനദർ വൺ എന്താ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അനദർ വൺ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആക്ച്വലി എന്തായിരുന്നു, ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഒന്ന് ഡെബിറ്റ് ബാലൻസും ഒന്ന് ക്രെഡിറ്റ് ബാലൻസും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പീരീഡ് സ്പെസിഫിക് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ ഒരു സ്പെസിഫിക് ഡേറ്റിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ജസ്റ്റ് ഒന്ന് ഓവറോൾ ആയിട്ട് അക്കൗണ്ട് വന്നിട്ട് എത്രത്തോളം അപ് ടു ഡേറ്റ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഇതിലൂടെ അനലൈസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ എന്തൊക്കെയായിരുന്നു അപ്പോൾ ട്രയൽ ബാലൻസിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, അക്കൗണ്ട് ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയായിരുന്നു, ഒരു കോളം ഡെബിറ്റും ഇന്നൊരു കോളം ക്രെഡിറ്റും. ഓക്കെ, പ്രിപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ് അക്കൗണ്ടിങ് പീരീഡ് ടൈമിലായിരിക്കും അത് പ്രിപ്പയർ ചെയ്യുക. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിരിക്കും പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇനി എറർ ഡിറ്റക്ഷൻ ടൂൾ എന്ന് വെച്ചാൽ എറർ ഐഡന്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. എറർ ലൈക്ക് ഒമിഷൻ ആവാം, റോങ് ആയിട്ട് എൻട്രി ചെയ്യുന്നതാവാം, ഇങ്ങനെയുള്ള എററൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നു. ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഗ്യാരണ്ടി കംപ്ലീറ്റ് അക്യുറസി ആണെന്ന് നമുക്ക് ഒരിക്കലും ഗ്യാരണ്ടി ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അതേപോലെ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് അല്ല, ആക്ച്വലി അത് റിപ്പോർട്ടാണ്. ഇന്റേണൽ വെരിഫിക്കേഷൻ പർപ്പസിന് ട്രയൽ ബാലൻസ് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഹെൽപ്സ് ഇൻ അഡ്ജസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ ആക്ച്വലി ട്രയൽ ബാലൻസ് എന്തിനാ യൂസ് ചെയ്യുന്നത്, ഫോർ ദ പർപ്പസ് ഓഫ് മേക്ക് നെസറി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്രയൽ ബാലൻസ് യൂസ് ചെയ്യുന്നത്. അതായത് അക്രൂവൽ, ഡെഫറൽ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ട്രയൽ ബാലൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ബാലൻസ് ഓഫ് ഓൾ അക്കൗണ്ട് ആണ്. അതിൽ എല്ലാ ടൈപ്പ് ഓഫ് അക്കൗണ്ട്സും ഉണ്ട്. അസറ്റ്, ലൈബിലിറ്റി, ക്യാപിറ്റൽ, റവന്യൂ, എക്സ്പെൻസ് ഇതെല്ലാം ഇതുകൊണ്ട് ഒരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈം ആയിരിക്കും ആ പീരീഡിലുള്ള ബാലൻസ് ആണ് ട്രയൽ ബാലൻസിൽ ഷോ ചെയ്യുക. ഓക്കെ,
2 കോളം ഫോർമാറ്റ് എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ ഒരു കോളം ഡെബിറ്റ് ബാലൻസും അനദർ കോളം ക്രെഡിറ്റ് ബാലൻസും ആണ്. ഓക്കെ, ഇനി പീരിയഡ് സ്പെസിഫിക് എന്ന് വെച്ചാൽ ആക്ച്വലി ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ഡേറ്റിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ നമുക്ക് ഓവറോൾ ആയിട്ട് അക്കൗണ്ട്സ് ഒന്ന് സമ്മറൈസ് ചെയ്യാൻ സാധിക്കും എന്തൊക്കെ ട്രാൻസാക്ഷൻ ആണ് വന്നിട്ടുണ്ട് എന്ന്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പർപ്പസ് ഓഫ് ട്രയൽ ബാലൻസ് ആണ്. സോ ഫസ്റ്റ് വൺ ചെക്ക് ഫോർ മാത്തമാറ്റിക്കൽ എറർ, അതായത് സം ഓഫ് ഓൾ. അപ്പൊ നമുക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ട്രയൽ ബാലൻസിന്റെ ഏറ്റവും മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡെബിറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തായിരിക്കണം, ക്രെഡിറ്റ് ആയിരിക്കണം. ശരിയാ? സോ ചെക്ക് ഫോർ മാത്തമാറ്റിക്കൽ എറർ എൻഷുർ ദാറ്റ് എന്ത് ഉറപ്പ് വരുത്തണം, സം ഓഫ് ഓൾ എല്ലാ ഡെബിറ്റും എല്ലാ ക്രെഡിറ്റും ഈക്വൽ ആണെന്ന് എന്ത് ചെയ്തിരിക്കണം, ഷുവർ ആക്കണം. ഓക്കെ, അതേപോലെ തന്നെ അസിസ്റ്റ് ഇൻ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ പ്രൊവൈഡ്, അതായത് ട്രയൽ ബാലൻസിലൂടെ നെസസറി ഡാറ്റയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ, അത് ഉറപ്പുവരുത്തണം. ഫൈനൽ അക്കൗണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്, ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതൊക്കെ. ഓക്കെ, ഇനി ഡിറ്റക്ടിങ് മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ എന്താ, ഹെൽപ്സ് ഇൻ ലൊക്കേറ്റിംഗ് എനി ബുക്ക് കീപ്പിംഗ് ഓർ പോസ്റ്റിംഗ് എറർ, അതായത് എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെന്നെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് ഡിറ്റക്ടിങ് മിസ്റ്റേക്ക്. സോ പർപ്പസ് ഓഫ് ട്രയൽ ബാലൻസ് എന്തൊക്കെയായിരുന്നു, ചെക്ക് ഫോർ മാത്തമാറ്റിക്കൽ എറർ, അസിസ്റ്റ് ഇൻ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ, ഡിറ്റക്ടിങ് മിസ്റ്റേക്സ്. ഓക്കെ, സോ ഇപ്പൊ എടുത്തത് ട്രയൽ ബാലൻസിന്റെ മീനിങ്, ഫീച്ചേഴ്സ്, പർപ്പസ് ആണ്. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, നമുക്കിനി ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിലോട്ട് കിടക്കാം. അതിനുശേഷം നമുക്ക് ഒന്ന് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ഇതിൽ ആക്ച്വലി ഫസ്റ്റ് സം എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നത് വെച്ചാൽ പ്രിപ്പയർ ട്രയൽ ബാലൻസ് ഫോർ ദ ഫോളോയിങ് ബാലൻസസ് ആസ് ഓൺ 31st March 2021. ഇവിടെ ആക്ച്വലി ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ ഉള്ളത് ബാലൻസ് തന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തൊക്കെയാ ട്രാൻസാക്ഷൻ നോക്കാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ എമൗണ്ട് എത്ര തന്നിരിക്കുന്നത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഷോർട്ട് ഫോർമാറ്റ് എന്താ പറയുക, CGS കേട്ടോ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 5,20,000, ഓപ്പണിംഗ് സ്റ്റോക്ക് 50,000. അതേപോലെ തന്നെ എന്തൊക്കെ ഐറ്റംസ് ആണ് ജസ്റ്റ് തന്നിരിക്കുന്നത് നമുക്ക് നോക്കിയോ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്ര, 5,20,000, ഓപ്പണിംഗ് സ്റ്റോക്ക് 50,000, ക്ലോസിംഗ് സ്റ്റോക്ക് 50,000, സാലറി ആൻഡ് വേജസ് 50,000, sales 8 lakh, plant and machinery 2 lakh, drawing 50,000, investment 4,30,000, creditors 1 lakh, capital 4 lakh. സോ ഇതിലൂടെ നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കണം. ഇതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യണേ, ട്രയൽ ബാലൻസ് ആക്ച്വലി പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ ലിസൺ. സോ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ എന്തൊക്കെയാണ് നോക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം എന്ത് കൊടുക്കുക, ഹെഡിങ് കൊടുക്കുക. ഓക്കെ, ഹെഡിങ് എന്താ കൊടുക്കേണ്ടത്, ട്രയൽ ബാലൻസ് ആസ് ഓൺ 31st March 2021 എന്ന് ആദ്യം എന്ത് ചെയ്യുക, ഹെഡിങ് കൊടുക്കുക. സോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഡേറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. പ്രിപ്പയർ ട്രയൽ ബാലൻസ് ഫോർ ദ ഫോളോയിങ് ബാലൻസസ് ആസ് ഓൺ 31st March 2021 തന്നിട്ടുണ്ട്. ഓക്കെ, സോ ട്രയൽ ബാലൻസ് ആസ് ഓൺ 31st March 2021 എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഫോർമാറ്റ്. ഓക്കെ, എന്തായിരുന്നു ഫോർമാറ്റ്, ടോട്ടലി 1 2 3 4 കോളംസ് ഡ്രോ ചെയ്യണം. ഫസ്റ്റ് കോളം പെർട്ടിക്കുലർ, സെക്കൻഡ് കോളം LF എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി എന്തായിരുന്നു LF, ലെഡ്ജർ ഫോളിയോ അല്ലെ. സോ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. LF എന്ന് വെച്ചാൽ ലെഡ്ജർ ഫോളിയോ, നെക്സ്റ്റ് ഡെബിറ്റ്, നെക്സ്റ്റ് ക്രെഡിറ്റ്. ഓക്കെ, സോ ഇതിൽ ആക്ച്വലി എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് വെച്ചാൽ പെർട്ടിക്കുലേഴ്സിൽ ഫസ്റ്റ് ഐറ്റം എന്ത് തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് വെച്ചാൽ എവിടെയാണ് കാണിക്കുക, ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ. അപ്പൊ നിങ്ങളിപ്പോൾ ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെ ഡെബിറ്റ് വന്നു എങ്ങനെ ക്രെഡിറ്റ് വന്നു കൺഫ്യൂസ് ആകണ്ട. ഓരോ ട്രാൻസാക്ഷൻസും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, അപ്പൊ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അത് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, 5,20,000 ആക്ച്വലി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡ് ആണ് വരിക. ഓക്കെ, സോ അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താണെന്നറിയാം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതാണ് ആക്ച്വലി
കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, സോ ഞാൻ ഈ ട്രയൽ ബാലൻസ് ഫുള്ളും ഡിസ്കസ് ചെയ്തിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ കുറിച്ച് പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ ആദ്യം ഇപ്പൊ ഇതൊന്ന് ലിസൺ ചെയ്യൂ. അപ്പൊ ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആക്ച്വലി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് 5,20,000 തന്നിട്ടുണ്ട് അല്ലെ. സോ അത് എന്ത് ചെയ്തു, അത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതി. ഇനി നെക്സ്റ്റ് എന്തായിരുന്നു, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്തുകൊണ്ട് എടുത്തില്ല എന്ന് വെച്ചാൽ ഇപ്പൊ ക്വസ്റ്റ്യനിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ക്ലോസിംഗ് സ്റ്റോക്കും മാത്രം നമ്മൾ എടുത്താൽ മതി, ഓപ്പണിംഗ് സ്റ്റോക്ക് കൺസിഡർ ചെയ്യേണ്ട. എന്തുകൊണ്ട് എടുത്തില്ല എന്ന് വെച്ചാൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ റൂൾ അനുസരിച്ച് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാകും, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാകും, പക്ഷേ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇപ്പോൾ നമുക്ക് എന്തെന്ന് വന്നു, ആക്ച്വലി 5,20,000 വന്നു. അതേപോലെ തന്നെ നെക്സ്റ്റ് എന്ത് വന്നു, ക്ലോസിംഗ് സ്റ്റോക്ക് ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ എന്താ തന്നിരിക്കുന്നത്, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 50,000 ആണ് അല്ലെ. സോ അതേപോലെ തന്നെ ഇവിടെ എന്ത് എഴുതി, ഡെബിറ്റ് സൈഡിൽ 50,000 എഴുതി. ഇനി അതേപോലെ തന്നെ സാലറി ആൻഡ് വേജസ്, അതേപോലെ സാലറി ആൻഡ് വേജസ് എന്ന് പറയുമ്പോൾ എന്താണ്, അപ്പോൾ നമുക്ക് എക്സ്പെൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആക്ച്വലി ഡെബിറ്റ് ചെയ്യണം, ഇൻകംസ് ഒക്കെ ക്രെഡിറ്റ് ചെയ്യണം. അത് മാത്രം ബേസിക് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. സോ സാലറി ആൻഡ് വേജസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തു, ജസ്റ്റ് ഡെബിറ്റ് ചെയ്തു 50,000. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് സെയിൽസ് ആണ്. സെയിൽസിന്റെ അടുത്ത് എന്തോ തന്നിട്ടുണ്ട്, സെയിൽസ് എന്ന് പറയുമ്പോൾ എന്താണ്, ക്രെഡിറ്റ് ആണ്, നമുക്ക് ഇൻകം ആണ് കിട്ടുക. അപ്പൊ ക്രെഡിറ്റ് സൈഡിൽ 8 lakh എഴുതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുമ്പോൾ എത്ര തന്നിരിക്കുന്നത്, 2 lakh ആണ്. അതെന്താണ്, ഡെബിറ്റ് ആണ് അല്ലെ. സോ ഇനി നെക്സ്റ്റ് ആണ് ഡ്രോയിങ്സ് ആണ് തന്നിരിക്കുന്നത്. ഡ്രോയിങ്സ് എന്താണ്, 50,000 ആണ്. ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, ഡെബിറ്റിലാണ് കാണിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഐറ്റം ആണ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ എന്താ, 4,30,000 ആണ്. എന്ത് ചെയ്യുക, ഡെബിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ത് തന്നിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സ് 1 lakh ഉണ്ട്, അത് ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചു. അതേപോലെ തന്നെ എന്താ, ക്യാപിറ്റൽ ഉണ്ട്. ക്യാപിറ്റൽ എന്ത് തന്നിട്ടുണ്ട്, 4 lakh ഉണ്ട്, അത് എന്ത് ചെയ്തു, അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ആ 4 lakh കൂടെ കാണിച്ചു. ഓക്കെ, സോ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താ, നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഒരു ഇൻകം പോലെയാണ്. വെച്ചാൽ ക്യാപിറ്റൽ നമ്മൾ ആ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റുകൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ആദ്യം ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഹെഡിങ് കൊടുക്കുക, ട്രയൽ ബാലൻസ് ആസ് ഓൺ 31st March 2020 എന്നുള്ളത് ഡേറ്റ് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടാകും. അതേപോലെ നമ്മുടെ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, ഇതാ പർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റ്, ക്രെഡിറ്റ്, ഇതാണ് നമ്മുടെ ഫോർമാറ്റ്. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡെബിറ്റ് ആണ് വരിക. അതേപോലെ നെക്സ്റ്റ്, കാരണം എന്താ എന്ത് പറഞ്ഞിട്ടുണ്ട്, എക്സ്പെൻസ് ഫുള്ളും ഡെബിറ്റിലും ഇൻകം ഫുള്ളും ക്രെഡിറ്റിലും ആണ്. ഓക്കെ, ഗുഡ്സിന് വരുന്ന കോസ്റ്റ് അത് നമ്മൾ എന്ത് സെയിൽ ചെയ്തു, അപ്പോൾ ഗുഡ്സ് സെറ്റ് ചെയ്ത്, അപ്പോൾ അതെന്താ നമുക്ക് കോസ്റ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഡെബിറ്റ് ചെയ്തത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക്. എന്തുകൊണ്ടാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എടുത്തതെന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്കും എടുക്കണം. അതേസമയം ഇപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ട, നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഓപ്പണിംഗ് സ്റ്റോക്ക് എടുക്കണം, തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് മാത്രം എടുത്താൽ മതി. അത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോഴുള്ള റൂളാണ് കേട്ടോ. ഇനി അടുത്തത് അതേപോലെ സാലറി ആൻഡ് വേജസ് ഡെബിറ്റ് ബാലൻസ്. സെയിൽസ് എന്ന് പറയുന്നതാണ് ക്രെഡിറ്റ് ബാലൻസ്, അതാണ് ക്രെഡിറ്റിൽ വന്നിട്ട് 8 lakh കൊടുത്തിരിക്കുന്നത്. പ്ലാന്റ് ആൻഡ് മെഷീനറി പറയുമ്പോൾ എന്താ, ഡെബിറ്റ് ബാലൻസ് ആണ്. ഡ്രോയിങ്സ് എന്താ, ഡെബിറ്റ് ബാലൻസ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് പറയുന്നത് ഡെബിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റേഴ്സും ക്യാപിറ്റലും പറയുന്നത് ക്രെഡിറ്റ് സൈഡ് ആണ്. ഓക്കെ, അതൊക്കെ എന്താണ്, ഇൻകം ആണ്. ഓക്കെ, സോ അതേപോലെ തന്നെ ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഫുള്ളായി ടോട്ടൽ ചെയ്യുക. 5,20,000 + 50 + 50 + 2 lakh + 50 + 4,30,000 13 lakh. അതേമാതിരി 8 lakh + 1 lakh + 4 lakh ആണ് 13 lakh. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ള ഇക്വേഷൻ. ഇപ്പൊ നമുക്ക് ഇതിപ്പോ നമ്മളിപ്പം ട്രയൽ ബാലൻസ് നമുക്ക് തന്നിരിക്കുന്ന ട്രാൻസാക്ഷനിൽ ഏതൊക്കെയാണ് ഡെബിറ്റ് സൈഡ് ഏതൊക്കെയാണ് ക്രെഡിറ്റ് സൈഡ് എന്ന് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് നമ്മൾ ടോട്ടൽ ചെയ്തതാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ള ഇക്വേഷൻ ആണ് എന്തെന്ന്, ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ളത് എന്തായിരുന്നു, ആക്ച്വലി ഇക്വേഷൻ ആണ്. ഓക്കെ, സോ അപ്പൊ ഇതില്ലാതെ നമ്മളിപ്പോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതാണ് ഉദ്ദേശിക്കണേ കേട്ടോ. സോ ഇനി അതേപോലെ ഇവിടെ നോട്ടായി കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണേ. ഇഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പറിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എവിടെ കാണിക്കുക, ഡെബിറ്റ് സൈഡ് ആണ് ട്രയൽ ബാലൻസിൽ കാണിക്കുക. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണേ. ഇൻ ദാറ്റ് കേസ്, ആ കേസസിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഡസ് നോട്ട് അപ്പിയർ ഇൻ ദ ട്രയൽ ബാലൻസ്. അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് വന്ന് ട്രയൽ ബാലൻസിൽ വന്നിട്ട് എന്ത് ചെയ്യില്ല, അപ്പിയർ ചെയ്യില്ല. എന്താ പറഞ്ഞത്, വൃത്തിയായി പറഞ്ഞുതരാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സൈഡ് ഉദ്ദേശിക്കുന്നത് എന്താ, ഇതാണ് ട്രയൽ ബാലൻസ് ഡെബിറ്റ് സൈഡ്, ഇതാണ് കേട്ടോ.
അപ്പം ഇൻ ദാറ്റ് കേസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഡസ് നോട്ട് അപ്പിയർ ഇൻ ദ ട്രയൽ ബാലൻസ്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ആക്ച്വലി അപ്പിയർ ചെയ്യില്ല. വൈ റീസൺ എന്തായിരുന്നു? അതായത് ക്വസ്റ്റ്യനിൽ ഇഫ് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ സോ ഇറ്റ് വിൽ അപ്പിയേഴ്സ് ഓൺലി ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദ ട്രയൽ ബാലൻസ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. അതേ കേസസിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ത് കാണിക്കില്ല? ട്രയൽ ബാലൻസിൽ കാണിക്കില്ല. ബിക്കോസ് എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് അപ്പിയേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കാണിക്കണം? ട്രയൽ ബാലൻസിൽ ഡെബിറ്റിൽ കാണിച്ചു, ക്ലോസിംഗ് സ്റ്റോക്കും കാണിച്ചു. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് കാണിക്കേണ്ട കാര്യമില്ല. ക്ലോസിംഗ് സ്റ്റോക്ക് അപ്പിയേഴ്സ് ഓൺലി. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഒക്കെ എവിടെ അപ്പിയർ ആവുക? ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സൈഡ് ആയിരിക്കും ഇത് അപ്പിയർ ആകുക. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഓരോന്ന് നമ്മൾ എന്ത് ചെയ്യുക. അപ്പൊ രണ്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കുക. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ള ഇക്വേഷൻ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് ഇക്വേഷൻ. ക്വസ്റ്റ്യനിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സൈഡ് നമ്മൾ എടുത്തിരിക്കണം. അതേപോലെ അവിടെ എന്ത് എടുക്കേണ്ട ആവശ്യമില്ല, ഓപ്പണിംഗ് സ്റ്റോക്ക് എടുക്കേണ്ട കാര്യമില്ല. ട്രയൽ ബാലൻസിൽ അവിടെ ആകെ ക്ലോസിംഗ് സ്റ്റോക്ക് മാത്രമേ എടുക്കുള്ളൂ. അത് എന്തുകൊണ്ടാണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഉള്ളത് കൊണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഈ എടുത്ത സമ്മ് ക്ലിയർ ആയ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഫസ്റ്റ് സം ക്ലിയർ ആയോ? ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ഡെബിറ്റ് സൈഡ് എങ്ങനെ, ക്രെഡിറ്റ് സൈഡ് എങ്ങനെ, അതെങ്ങനെ ടോട്ടൽ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ ഓക്കെ, ദുർഗ, ദേവിക, അനു. Okay. So in the next question, so listen, following balances were extracted from the ledger of Mr. Sachin. Following balances were extracted from എവിടെയായിരുന്നു എടുത്തുന്നത്? ഈ ബാലൻസ് ഒക്കെ ആക്ച്വലി എവിടെ നിന്നായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്? ഫോളോയിങ് ബാലൻസ് ആർ എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ലെഡ്ജർ ഓഫ് മിസ്റ്റർ സച്ചിൻ്റെ ആണ്. അപ്പോൾ ഏതായിരുന്നു ഡേറ്റ്? 31st March ആണ്. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ബാലൻസ് ഓൺ ദാറ്റ് ഡേറ്റ്. ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, സോ ലിസൺ ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ആക്ച്വലി എന്തായാലും തന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഇവിടുത്തെ ബാലൻസസ് വന്നിട്ട് ലെഡ്ജർ ഓഫ് മിസ്റ്റർ സച്ചിൻ്റെ ആണ് എടുത്തിരിക്കുന്നത്. 31st March 2020 നമ്മൾ എന്താ പ്രിപ്പയർ ചെയ്യേണ്ടത്? പ്രിപ്പയർ ട്രയൽ ബാലൻസ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്ക് എന്തൊക്കെയായിരുന്നു തന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ഇപ്പൊ എന്താ തന്നിരിക്കണേന്ന് വെച്ചാൽ ഡ്രോയിങ്സ്, സാലറീസ്, ക്യാപിറ്റൽ, സെയിൽസ് റിട്ടേൺ, സൺട്രി ക്രെഡിറ്റേഴ്സ്, പർച്ചേസ് റിട്ടേൺ, ബിൽസ് പേയബിൾ, കമ്മീഷൻ പെയ്ഡ്, സൺട്രി ഡെപ്റ്റേഴ്സ്, ട്രേഡിംഗ് എക്സ്പെൻസ്, ബിൽസ് റിസീവബിൾ, ഡിസ്കൗണ്ട് ഏൺഡ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, റെന്റ്, ഓപ്പണിംഗ് സ്റ്റോക്ക്, ബാങ്ക് ഓവർഡ്രാഫ്റ്റ്. നെക്സ്റ്റ് വൺ ക്യാഷ് ഇൻ ഹാൻഡ്, പർച്ചേസ്, ക്യാഷ് അറ്റ് ബാങ്ക്, സെയിൽസ്, ഇൻവെസ്റ്റ്മെന്റ്, ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, സോ ഇത്രയാണ് ആക്ച്വലി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തിരിക്കണം. ഓക്കെ, സോ നമുക്കറിയാം ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴാണ്? 31st March 2021 ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അതേപോലെ തന്നെ ഹെഡിങ് കൊടുക്കുക, ട്രയൽ ബാലൻസ് ആസ് ഓൺ 31st March 2021 എന്ത് കൊടുക്കുക? ജസ്റ്റ് ഹെഡിങ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ഫോർമാറ്റ് എന്താ? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനുള്ള ഫോർമാറ്റ് എന്താണ്? പർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റ്, ക്രെഡിറ്റ്. ഓക്കെ, LF എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? അതായത് ലെഡ്ജർ ഫോളിയോ ആണ് ഈ LF എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഇനി എന്താ നോക്കട്ടെ എന്ന് വെച്ചാൽ ഓരോ ഐറ്റംസും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഓരോന്ന് ജസ്റ്റ് നോക്കി നോക്കാം കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പിൽ അവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ഡ്രോയിങ്സ് 60,000 അല്ലേ? സോ ഡ്രോയിങ്സ് നമുക്ക് എന്തെന്നറിയാം? ഡെബിറ്റ് ബാലൻസ് ആണ്. സോ അതുകൊണ്ട് 60,000 കൊടുത്തു. ഓക്കെ,
ഇനി നെക്സ്റ്റ് ഐറ്റം അതേപോലെ തന്നെ എന്താ കൊടുത്തിരിക്കുന്നത്, സാലറീസ് ആണ്. സാലറീസ് എത്ര കൊടുത്തിട്ടുണ്ട്, 95,000. അപ്പൊ നമ്മൾ എന്ത് എഴുതി, സാലറീസ് ഡെബിറ്റ് ബാലൻസ് ആണ് 95,000. ഓക്കെ, ഇപ്പൊ അതേ ഈ സാലറി എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, എക്സ്പെൻസ് അല്ല വരിക. ഓക്കെ, സോ അതേപോലെ തന്നെ നെക്സ്റ്റ് ആണ് ക്യാപിറ്റൽ 4,40,000. ക്യാപിറ്റൽ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്, ഏത് സൈഡിലോട്ടാണ് വരിക, ക്രെഡിറ്റ് സൈഡിലോട്ടാണ് വരിക. അതാണ് 4,40,000 എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഐറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. സെയിൽസ് റിട്ടേൺ 10,000 തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ലിസൺ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സെയിൽസ് റിട്ടേൺ എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്, സെയിൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെന്നറിയാം, അത് ഇൻകം ആണ്. സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് റിസീവ് ആകും, അത് ഇൻകം ആണ്, അത് ക്രെഡിറ്റ് സൈഡ് ആണ് കാണിക്കുക. പക്ഷെ സെയിൽസ് ക്രെഡിറ്റ് സൈഡ് ആയി കഴിഞ്ഞാൽ അതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് സെയിൽസ് റിട്ടേൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് ഡെബിറ്റ് സൈഡ് ആയിരിക്കും കാണിക്കുക. ഓക്കെ, സോ അതാണ് സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഐറ്റം സൺട്രി ക്രെഡിറ്റേഴ്സ് 2,30,000 ആണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതി ഇവിടെ, സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ് ജസ്റ്റ് നോക്കുക, അതായത് നമ്മൾ കാണിക്കുക ക്രെഡിറ്റ് സൈഡ് ആണ് കാണിക്കുക. അതാണ് എന്ത് എഴുതിയിരിക്കുന്നത്, 2,30,000 എന്ന് കാണിച്ചത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് സൺട്രി ക്രെഡിറ്റേഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്താ വന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പർച്ചേസ് റിട്ടേൺ ആണ്. അതേപോലെ തന്നെ ഒന്ന് ചിന്തിക്കുക, പർച്ചേസ് റിട്ടേൺ എന്ന് പറയുമ്പോഴും എന്താണ്, പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് എന്തെന്നറിയാം, ഡെബിറ്റ് ബാലൻസ് ആണെന്ന് അറിയാം. ഓക്കെ, പക്ഷെ പർച്ചേസ് റിട്ടേൺ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, അതെന്താ, ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പൊ സെയിൽസ് റിട്ടേൺ പറയുമ്പോൾ സെയിൽസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത് വരിക, സെയിൽസ് റിട്ടേൺ പറയുന്നത് എന്താ വരിക, ഡെബിറ്റ് ബാലൻസ് ആണ് വരിക. ഓക്കെ, ഇനി അടുത്തതാണ് ഇപ്പൊ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, സൺഡേ ക്രെഡിറ്റേഴ്സ് നമുക്ക് അറിയാം എന്തായിരുന്നു, ക്രെഡിറ്റ് ബാലൻസ് ആണ്. പർച്ചേസ് റിട്ടേൺ പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. പർച്ചേസ് വന്നിട്ട് ഡെബിറ്റ് ബാലൻസ് ആണ്. സോ അതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത് വരിക, നമുക്ക് പർച്ചേസ് റിട്ടേൺ എന്ന് പറയുമ്പോൾ എന്താണ്, ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ക്വസ്റ്റ്യനിൽ പർച്ചേസ് റിട്ടേൺ കഴിഞ്ഞിട്ട് എന്താ തന്നിരിക്കുന്നത് നോക്കാം. പർച്ചേസ് റിട്ടേൺ കഴിഞ്ഞാൽ ബിൽസ് പേയബിൾ ആണ്. ബിൽസ് പേയബിൾ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, അത് ആക്ച്വലി എവിടെ കാണിക്കുക, ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക 40,000. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് കമ്മീഷൻ. എന്താണ് ചെയ്തിരിക്കുന്നത്, കമ്മീഷൻ വന്നിട്ട് പേ ചെയ്തിരിക്കുകയാണ്. നോക്കാം കേട്ടോ. ഇപ്പൊ നമ്മളിപ്പോ ഏതാ ഇപ്പൊ ലാസ്റ്റ് ട്രാൻസാക്ഷൻ ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്, ബിൽസ് പേയബിൾ ആണ് ചെയ്തത് അല്ലെ. അപ്പൊ ഇനി അടുത്തതാണ് കമ്മീഷൻ പെയ്ഡ് ആണ്. അപ്പൊ പേയ്മെന്റും എക്സ്പെൻസ് എന്ത് പറഞ്ഞിട്ടുണ്ട്, എന്ത് ബാലൻസ് ആയിരിക്കും, ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പൊ കമ്മീഷൻ പെയ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്, 1,000 ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഐറ്റം നോക്കാം. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുമ്പോൾ എന്താ തന്നിരിക്കുന്നത്, കമ്മീഷൻ പെയ്ഡ് കഴിഞ്ഞ അടുത്ത എന്താ, സൺട്രി ഡെപ്റ്റേഴ്സ് ആണ്. അതെവിടെ കാണിക്കുക, ഡെബിറ്റ് സൈഡ് ആണ് സൺട്രി ഡെപ്റ്റേഴ്സ് കാണിക്കുക. ഓക്കെ, സോ ഇവിടെ ഉണ്ട് സൺട്രി ഡെപ്റ്റേഴ്സ് എത്ര തന്നിരിക്കുന്നത്, 5 lakh ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. സൺട്രി ഡെപ്റ്റേഴ്സിന് ശേഷം അടുത്ത എന്താണ്, ട്രേഡിംഗ് എക്സ്പെൻസ് ആണ്. അപ്പൊ ട്രേഡിംഗ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എന്താ വരിക, ഇവിടെ ട്രേഡിംഗ് എക്സ്പെൻസ് ഡെബിറ്റ് ബാലൻസ് ആണ്. സോ 25,000 കൊടുത്തു. ഓക്കെ, ഇനി അതേപോലെ നെക്സ്റ്റ് ഐറ്റം ആണ് എന്ത് തന്നിരിക്കുന്നത്, ഇപ്പൊ എന്താ പറഞ്ഞപ്പോ, അതായത് ട്രേഡിംഗ് എക്സ്പെൻസ് ആണ്. നമ്മൾ ചെയ്തതിനടുത്ത് ബിൽസ് റിസീവബിൾ ആണ്. ബിൽസ് റിസീവബിൾ എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അത് എവിടെ കൊടുക്കണം എന്ന് ആദ്യം മനസ്സിലാക്കണം. ബിൽസ് റിസീവബിൾ എവിടെ, നമുക്ക് ജസ്റ്റ് നോക്കാം. ബിൽസ് റിസീവബിൾ എന്ന് പറയുമ്പോൾ എന്താ വരിക, ആക്ച്വലി ഡെബിറ്റ് സൈഡ് ആണ് വരിക. സോ അതിൽ നമ്മൾ 52,000 കൊടുത്തു. ഓക്കെ, ഇനി അതേപോലെ നെക്സ്റ്റ് എന്താ പറയുക, ഡിസ്കൗണ്ട് ഏൺ ചെയ്തു, നമുക്ക് ഇൻകം ആയിട്ട് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ കാണിക്കുക, ഡെബിറ്റ് സൈഡ് ആണോ കാണിക്കുക, അത് ക്രെഡിറ്റ് സൈഡാണ് കാണിക്കുക, ക്രെഡിറ്റ് സൈഡിലാണ് 5,000 കാണിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഐറ്റം ആണ് ഏതാ നോക്കാം. പ്ലാന്റ് ആൻഡ് മെഷീനറി 45,000 കൊടുത്തിട്ടുണ്ട്. സോ അതേപോലെ തന്നെ എന്താ, പ്ലാന്റ് ആൻഡ് മെഷീനറി നമ്മൾ എന്ത് ചെയ്തു, ഡെബിറ്റ് സൈഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി എമൗണ്ട് കാണിച്ചു. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ആണ് എന്ത് തന്നിട്ടുണ്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് ക്വസ്റ്റ്യനിൽ എന്താ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കുക. റെന്റ് ആണ്. റെന്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്, 20,000 ആണ്. സോ അതുപോലെ നമ്മൾ എന്ത് എഴുതി, റെന്റ് ഡെബിറ്റ് സൈഡ് 20,000 എഴുതി. അതേപോലെ തന്നെ നെക്സ്റ്റ് ഇത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്, റെന്റിന് ശേഷം ഓപ്പണിംഗ് സ്റ്റോക്ക് 3,70,000 ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന ഒരു ഐറ്റമേ തന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് എടുത്തിരിക്കുന്നത്, ഓപ്പണിംഗ് സ്റ്റോക്ക് എടുത്തിരിക്കുന്നത്. പക്ഷേ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തരാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതായത് ക്ലോസിംഗ് സ്റ്റോക്കും എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ എന്ത് മാത്രം എടുത്താൽ മതി, ഓപ്പണിംഗ് സ്റ്റോക്ക് മാത്രം എടുത്താൽ മതി. ഓക്കെ, അതാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ ആക്ച്വലി ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടില്ല, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് തന്നിട്ടില്ല. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്താണ്, നോട്ട് ഗിവൺ ആണ്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പണിംഗ് സ്റ്റോക്ക് എടുത്തിരിക്കണം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, ക്ലോസിംഗ് സ്റ്റോക്ക് എടുത്താൽ മതി. തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് എടുത്തിരിക്കണം. സോ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ഡെബിറ്റ് ബാലൻസ് ആണ് ഈ 3,70,000 എന്ന് വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ആക്ച്വലി ഇപ്പൊ എന്താ വരിക എന്ന് വെച്ചാൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ്. ഇപ്പൊ നമുക്ക് നോക്കാം, ഓപ്പണിംഗ് സ്റ്റോക്കിന് ശേഷം ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത് നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് നെക്സ്റ്റ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എത്ര തന്നിട്ടുണ്ട്, 60,000 തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് എഴുതുക, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് എഴുതുക.
ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഏതാ വരിക? ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും ബാലൻസ് വരിക. ഓക്കെ, നെക്സ്റ്റ് ആണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നോക്കാം. എന്താന്ന് നോക്കാം. ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. അതെന്താണ് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് വെച്ചപ്പോൾ ഏത് ബാലൻസ് ആയിരിക്കും വരിക? ഡെബിറ്റ് ബാലൻസ് ആണ് വരിക. ഇനി ക്യാഷ് ഇൻ ഹാൻഡിന് ശേഷം എന്താ തന്നിരിക്കുന്നത്? പർച്ചേസ് ആണ്. പർച്ചേസും എന്ത് ബാലൻസ് വരിക? ഡെബിറ്റ് ബാലൻസ് ആണ് വരിക. ഓക്കെ, സോ ഇവിടെ തന്നിട്ടുണ്ട് പർച്ചേസ് 7,80,000. ഇനി എന്താ തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനില്? ക്യാഷ് അറ്റ് ബാങ്ക് 25,000 ആണ്. സോ അതും അതേപോലെ ഡെബിറ്റ് ബാലൻസ് ആണ്. ക്യാഷ് അറ്റ് ബാങ്കിന് ശേഷം എന്താ തന്നിരിക്കുന്നത്? സെയിൽസ് 11,80,000 ആണ്. സോ സെയിൽസ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ എവിടെ കാണിക്കുക? ക്രെഡിറ്റ് സൈഡ് നമ്മൾ കാണിച്ചു. അതേപോലെ തന്നെ അടുത്ത ഐറ്റം ആണ് എന്തെന്ന് പറഞ്ഞിരിക്കണേ? ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റും അതേപോലെ തന്നെ എവിടെ കാണിച്ചിരിക്കുന്നത്? അതായത് ഇൻവെസ്റ്റ്മെന്റ് ഡെബിറ്റ് സൈഡ് 46,000 ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഏതൊക്കെയാണ് ഡെബിറ്റ് സൈഡ് ഏതൊക്കെയാണ് ക്രെഡിറ്റ് സൈഡ് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, സോ അത് ആക്ച്വലി നമുക്ക് ബേസിക് ആയിട്ട് ഒരു കോൺസെപ്റ്റുകളാണ്. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട ഒരൊറ്റ കാര്യമാണ് ഡ്രോയിങ്സ് ഡെബിറ്റ് ആണ്, സാലറീസ് ഡെബിറ്റ് സൈഡ് ആണ്, ക്യാപിറ്റൽ ക്രെഡിറ്റ് സൈഡ് ആണ്, സെയിൽസ് റിട്ടേൺ എങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇൻകം ഏർണിങ്സ് ആണ് അല്ലെ? സോ അത് നമ്മൾ ആക്ച്വലി ക്രെഡിറ്റ് സൈഡാണ് കാണിക്കുക. പക്ഷെ സെയിൽസ് റിട്ടേൺ ചെയ്ത് ഗുഡ്സ് സെയിൽ ചെയ്ത് തിരിച്ചു വന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യുക. ഓക്കെ, അതേപോലെ സൺഡേ ക്രെഡിറ്റേഴ്സ് വന്ന് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. പർച്ചേസ് റിട്ടേൺ അതേപോലെ തന്നെയാണ്. പർച്ചേസ് നമ്മൾ എന്താ ചെയ്യുക? അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പർച്ചേസ് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അതേസമയം അതിന്റെ ഓപ്പോസിറ്റ് പർച്ചേസ് റിട്ടേൺ എങ്ങനെ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ശരിയാ? അതേപോലെ തന്നെ ബിൽസ് പേയബിൾ എന്ന് വെച്ചാലും ഇവിടെ എന്താ നമ്മൾ കൊടുക്കേണ്ടത്? ബിൽസ് പേയബിൾ എന്നിട്ട് ഇവിടെ നമുക്ക് ക്രെഡിറ്റ് സൈഡ് ആണ് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ കമ്മീഷൻ പെയ്ഡ് ഡെബിറ്റ് സൈഡ്. ഇതൊക്കെ എന്താ? പേയ്മെന്റ് എക്സ്പെൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ വരിക? ഡെബിറ്റ് സൈഡ് ആയിരിക്കും വരിക. ഓക്കെ, സൺട്രി ഡെപ്റ്റേഴ്സ് അതേപോലെ ട്രേഡിംഗ് എക്സ്പെൻസ് ബിൽസ് റിസീവബിൾ ഇതൊക്കെ എന്താ? ഡെബിറ്റ് സൈഡ് ആണ്. ഡിസ്കൗണ്ട് ആയിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഏൺ ചെയ്തതാണ് അല്ലെ? അത് ക്രെഡിറ്റ് സൈഡ് കാണിക്കുക. നെക്സ്റ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഡെബിറ്റ്, റെന്റും അതേപോലെ തന്നെ ഡെബിറ്റ്. ഓപ്പണിംഗ് സ്റ്റോക്ക് മാത്രം കാണിക്കുക. എന്തുകൊണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് കാണിച്ചെന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ക്വസ്റ്റ്യനിൽ തരാത്ത പക്ഷം നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എടുക്കില്ല, ഓപ്പണിംഗ് സ്റ്റോക്ക് മാത്രമേ എടുക്കുകയുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് അതേപോലെ തന്നെ എന്ത് തന്നിട്ടുണ്ട്? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് തന്നിട്ടുണ്ട്. അതേപോലെ ക്യാഷ് ഇൻ ഹാൻഡ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്താ? ക്രെഡിറ്റ് സൈഡ് ആണ്. ക്യാഷ് ഇൻ ഹാൻഡ് എന്തായിരുന്നു? ഡെബിറ്റ് സൈഡ്. പർച്ചേസ് ഡെബിറ്റ് സൈഡ്, ക്യാഷ് ഇൻ ഹാൻഡ് ഡെബിറ്റ് സൈഡ്, സെയിൽസ് എന്ന് പറയുമ്പോൾ എന്താ? ക്രെഡിറ്റ് സൈഡ് വരും. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഡെബിറ്റ് സൈഡ്. സോ നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് സൈഡ് ഫുള്ളും ടോട്ടൽ ചെയ്യുക. 60 പ്ലസ് 60,000 പ്ലസ് ഓരോന്ന് എന്ത് ചെയ്യുക? നമ്മൾ ടോട്ടൽ ചെയ്യുക. ഓക്കെ, എങ്ങനെ ടോട്ടൽ ചെയ്യുക? 60,000 പ്ലസ് 95,000 പ്ലസ് 10,000 പ്ലസ് എന്താ നോക്കുക? നെക്സ്റ്റ് ഐറ്റം നോക്കുക. 10,000 പ്ലസ് എന്ന് പറയുമ്പോൾ അടുത്ത് നോക്കുക എന്താണ്? 1,000 അല്ലെ? 1,000 പ്ലസ് 5 lakh. അപ്പൊ ഡെബിറ്റ് സൈഡ് ഫുള്ള് നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ചെയ്യാണ്. സോ 25,000 പ്ലസ് 52,000 പ്ലസ് 45 പ്ലസ് 20 പ്ലസ് 3,70,000. അതേപോലെ എന്ത് ചെയ്യുക? ഓരോന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് പോവുക കേട്ടോ. അപ്പൊ ഇനി അതേപോലെ തന്നെ പ്ലസ് 9,000 പ്ലസ് 7,08,000 പ്ലസ് 25,000 പ്ലസ് 46,000. ഡെബിറ്റ് സൈഡ് ഫുള്ളും ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുക? 19,60,000 കിട്ടുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് അതേപോലെ തന്നെ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക. ക്രെഡിറ്റ് സൈഡ് എങ്ങനെയൊക്കെ ടോട്ടൽ ചെയ്യുക? 4,40,000 പ്ലസ് 2,30,000 11,000 40,000. അതേപോലെ ഇവിടെ നമ്മൾ നോക്കുക എന്തൊക്കെയാ നോക്കണ്ടേ? അപ്പോൾ അതാ 5,000 60,000 അതേപോലെ തന്നെ എന്ത് ചെയ്തു? പ്ലസ് 11,80,000. ടോട്ടൽ 19,66,000 ആണ് നമ്മുടെ ടോട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് സെം ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മുജീബ്, ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റൽ ഡിഫറൻറ്റ് എന്താന്ന് ചോദിക്കുന്നത്. ഇപ്പൊ ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നതാണ് ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനീഷ്യൽ ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? അസറ്റ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ അത് എങ്ങനെ കാണിക്കുന്ന അസറ്റ് ഡെബിറ്റ് സൈഡ് ആയിട്ടായിരിക്കും കാണിക്കുക. അതേപോലെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ലൈബിലിറ്റീസ് എമൗണ്ട് അസറ്റ് എമൗണ്ട് ഉണ്ടല്ലോ, അപ്പൊ അതിൽ അസറ്റ്സിന്റെ സൈഡിലായിരിക്കും ഈ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വരിക. ഇൻവെസ്റ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത് ഇവിടെ അസറ്റ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഓക്കെ, വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. റബീദ്, ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ബാങ്ക് ഡെബിറ്റ് സൈഡ് വന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ നമ്മൾക്കറിയാം, ഇപ്പൊ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ക്യാഷ് എന്നുണ്ടെങ്കിൽ എന്താണ്? അത് നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് ആണ് അല്ലെ? നമ്മുടെ എന്താ റൂൾ എന്താ പഠിച്ചിരിക്കുന്നത്? റിയൽ അക്കൗണ്ടിൽ എന്താ റൂൾ പഠിച്ചിരിക്കുന്നത്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്നാണ് റൂളിൽ പഠിച്ചിരിക്കുന്നത് അല്ലെ?
അതായത് എന്താണോ ഉള്ളിലോട്ട് വന്നേ അത് നമ്മൾ ഡെബിറ്റ് ചെയ്യും, എന്താണോ പുറത്തോട്ട് പോയേ അത് നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് ഒക്കെ നമ്മൾ ഡെബിറ്റ് ചെയ്യാൻ കാരണം. ഓക്കെ, മുഹമ്മദ് ഫിറോസ് ഖാൻ സൺഡേ ക്രെഡിറ്റേഴ്സ് ഡെപ്റ്റേഴ്സ് ഒക്കെ എന്തെന്ന് കൂടി പറയുവാണെങ്കിൽ നന്നായിരുന്നു. അതായത് ഡെപ്റ്റേഴ്സ്, ഈ സൺഡ്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ് ഉദ്ദേശിക്കണേ പറഞ്ഞാൽ, സൺഡ്രി ഡെപ്റ്റേഴ്സും സൺഡ്രി ക്രെഡിറ്റേഴ്സും എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ആദ്യം ഡെപ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ്, ഇപ്പോൾ എക്സ്പെൻസസും കാര്യങ്ങളും ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫുള്ളായിട്ട് ഡെബിറ്റ് ചെയ്യും. ഇൻകംസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. ഇപ്പൊ ട്രയൽ ബാലൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് മാത്രമാണ് പറയുന്നത്, ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഇത് സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളിപ്പോ ട്രയൽ ബാലൻസിൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇൻകം എന്തൊക്കെയാണോ അത് നമ്മൾ ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും കാണിക്കുക. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പം എന്താണ് കറക്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മളിപ്പം നമ്മളൊരു ലോൺ എടുത്തു, ആ ലോൺ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പൊ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് തന്നെ ഇൻട്രസ്റ്റ് കാര്യങ്ങൾ നമ്മൾ പേ ചെയ്യണം അല്ലെ. സോ കറക്റ്റ് ആയിട്ട് അപ്പൊ അവര് അത് ആക്ച്വലി എന്താണ്, ഒരു ക്രെഡിറ്റർ ആണ്, അത് കറക്റ്റ് ആയിട്ട് പേയ്മെന്റ് നടത്തണം. സോ ക്രെഡിറ്റർ, ഈ സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും കാണിക്കുക. സൺഡ്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ വരിക, സൺഡ്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഏതിന്റെ അണ്ടറിലായിരിക്കും കാണിക്കുക, അതായത് ഇപ്പൊ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ലൈബിലിറ്റീസ് എമൗണ്ട് അസറ്റ് എമൗണ്ട് ആണ് നമ്മുടെ ഫോർമാറ്റ്, അസറ്റിലാണ് ഈ സൺഡ്രി ഡെപ്റ്റേഴ്സ് വരിക. ഓക്കെ, സോ അതേപോലെ തന്നെ സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്ന് വരുന്നത് ശരിക്കും എവിടെ നമ്മൾ കാണിക്കുക, നമ്മുടെ ലൈബിലിറ്റി സൈഡിലാണ്. കാരണം ലൈബിലിറ്റി പറയുമ്പോൾ ബാധ്യതയാണ്, അത് കിട്ടാനുള്ള എമൗണ്ട് ആണ്. അപ്പൊ നമ്മൾ ലൈബിലിറ്റി എന്ന് പറയുമ്പോൾ അതെന്താണ്, സൺഡ്രി ക്രെഡിറ്റേഴ്സിലായിരിക്കും കാണിക്കുക. ഓക്കെ, അനു ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് സൈഡിൽ അസറ്റ്, അതേപോലെ ക്രെഡിറ്റ് സൈഡിൽ ലൈബിലിറ്റീസ് ആൻഡ് ഇൻകംസ്. അതെ, അത് മനസ്സിലാക്കി, ആ കോൺസെപ്റ്റ് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്ത് കാണിക്കും, എക്സ്പെൻസസ് കാണിക്കും, അസറ്റ് കാണിക്കും. അതേപോലെ ക്രെഡിറ്റ് സൈഡിൽ എന്ത് കാണിക്കും, ഇൻകംസും ലൈബിലിറ്റീസും കാണിക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൊന്ന് ബേസിക് ആയിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, 2 ക്വസ്റ്റ്യൻ തന്നിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ മാത്രമേ ഇട്ടുള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എല്ലാ ട്രാൻസാക്ഷൻ കൂടെ ഇൻക്ലൂഡ് ചെയ്തു, ഒന്നും കൂടെ ഒന്ന് ഡീപ്പായിട്ട് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് കറക്റ്റ് ആണ്. അതായത് ഇപ്പോൾ ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാ, ഇപ്പോൾ നമ്മുടെ ഫോർമാറ്റ് എന്തായിരുന്നു, അതായത് ഒന്ന് പർട്ടിക്കുലേഴ്സും പിന്നെ നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും ആണ് അല്ലെ. സോ ഡെബിറ്റ് ഇപ്പൊ ഇവിടെ ഈ ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെയാ വരിക എന്ന് വെച്ചാൽ, ഫുള്ളും എന്തൊക്കെയാ വരിക, എക്സ്പെൻസസ് അസറ്റും ആണ് കാണിക്കുക. അതേപോലെ ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെയാ കാണിക്കാല്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കാണിക്കുക. ഓക്കെ, ലൈബിലിറ്റീസ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് കാണിക്കുക, ക്രെഡിറ്റ് സൈഡിൽ വന്നിട്ട് കാണിക്കുക. ഓക്കെ, ലൈബിലിറ്റീസും ഇൻകംസും ആണ് നമ്മൾ ഇവിടെ കാണിക്കുക. ഇവിടെ അതായത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് സൈഡ് കാണിക്കുക. അത് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, നന്ദു സൺഡ്രി ഡെപ്റ്റേഴ്സ് പീപ്പിൾ ഹൂ ഓ ദ ബിസിനസ് മണി, ക്രെഡിറ്റേഴ്സ് ബിസിനസ് ഹൂ ദം ഓൺ. അത് തന്നെയാണ്. അതൊന്ന് നമ്മുടെ ട്രയൽ ബാലൻസിന്റെ രൂപത്തിൽ സൺഡ്രി ഡെപ്റ്റേഴ്സ് എവിടെയാണ്, സൺഡ്രി ക്രെഡിറ്റേഴ്സ് എവിടെയാണ്. അപ്പൊ സൺഡ്രി ഡെപ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ കാണിക്കും, അതായത് ഇവിടെ കാണിക്കും, ഡെബിറ്റ് സൈഡ് ആണ് കാണിക്കുക. സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതെവിടെ കാണിക്കും, ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും കാണിക്കുക. ഓക്കെ, അപ്പൊ ആരാണോ ബിസിനസ് മണി വന്നിട്ട് എടുക്കുന്നത്, ഏത് പീപ്പിൾ, അതാണ് സൺഡ്രി ഡെപ്റ്റേഴ്സ്. സൺഡ്രി ക്രെഡിറ്റർ എന്ന് പറയുമ്പോൾ ബിസിനസ് ഹൂ ദ മണി, അവർക്ക് മണി കൊടുക്കുന്നത് സൺഡ്രി ക്രെഡിറ്റേഴ്സ്. ഓക്കെ, ക്ലിയർ ആയോ? ശ്രീരാഗ്, ഇപ്പൊ നമ്മളിപ്പോ ടോട്ടൽ ഓഫ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ടോട്ടൽ ഓഫ് ഡെപ്റ്റേഴ്സ് ഉദ്ദേശിച്ച് ഇപ്പൊ നമ്മൾ ട്രയൽ ബാലൻസിനെ സംബന്ധിച്ചിടത്തോളം ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും വന്നിട്ട് ഈക്വൽ ആയിരിക്കണം. അത് നമ്മുടെ റൂളാണ്. അതായത് ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡബിൾ എൻട്രി സിസ്റ്റത്തിലൊക്കെ ഇപ്പൊ എന്താണ്, ഡെബിറ്റ് എന്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈക്വൽ ആയിരിക്കണം, ക്രെഡിറ്റിന് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അപ്പൊ അതേപോലെ നിങ്ങൾ പിന്നെ ഇപ്പൊ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, മുജീബിന് ഇപ്പൊ സൺഡ്രി ഡെപ്റ്റേഴ്സ് സൺഡ്രി ക്രെഡിറ്റേഴ്സും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ബിൽസ് പേയബിൾ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പേ ചെയ്യാനുള്ളതാണ് എമൗണ്ട്. ഇപ്പൊ ഇൻവോയ്സിന് ഇപ്പൊ നമ്മൾ ബിൽസ് എത്ര പേ ചെയ്യാനുള്ളത്, അത് നമുക്ക് ലൈബിലിറ്റി ആണ്, ലൈബിലിറ്റി സൈഡിലായിരിക്കും കാണിക്കുക. ബിൽസ് റിസീവബിൾ പറയുമ്പോൾ നമുക്ക് റിസീവ് ചെയ്ത എമൗണ്ട് ആണ്, അത് നമ്മൾ എവിടെ കാണിക്കുക, അസറ്റ് സൈഡിലായിരിക്കും കാണിക്കുക. ഓക്കെ,
അനു ടൈപ്സ് ഓഫ് ട്രയൽ ബാലൻസിൽ ഇപ്പൊ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ട്രയൽ ബാലൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കിപ്പം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ഉണ്ടാകും. അപ്പൊ ആഫ്റ്റർ അഡ്ജസ്റ്റ്മെന്റ് ട്രയൽ ബാലൻസ്, ബിഫോർ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ് ട്രയൽ ബാലൻസ് ആയിട്ടാണ് ഉള്ളത്. ടൈപ്സ് ഓഫ് ട്രയൽ ബാലൻസിൽ ഇപ്പൊ നമുക്ക് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ടൈപ്സ് ഓഫ് ട്രയൽ ബാലൻസിൽ വരുന്ന ഒരേ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റിംഗ് ട്രയൽ ബാലൻസ്. അതായത് അഡ്ജസ്റ്റിംഗ് ട്രയൽ ബാലൻസ് ഉദ്ദേശിക്കുന്നത് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എല്ലാ ട്രാൻസാക്ഷനും തന്നിട്ട് അഡ്ജസ്റ്റ്മെന്റിൽ ഉണ്ടാകും ക്ലോസിംഗ് സ്റ്റോക്ക് ഇത്രയാണ് എമൗണ്ട്. അതേപോലെ ഇപ്പൊ നമ്മുടെ ട്രാൻസാക്ഷനിൽ ഇപ്പൊ സാലറി എന്ന് പറഞ്ഞ എമൗണ്ട് തന്നിട്ടുണ്ടാകും, പക്ഷെ അഡ്ജസ്റ്റ്മെന്റിൽ പ്രീപെയ്ഡ് സാലറി ഇത്രയാണ് അങ്ങനെ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ടാവില്ല. ആ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ഒക്കെ പറഞ്ഞ ട്രയൽ ബാലൻസിന്റെ ഒരു ടൈപ്പ് ആണ്. ഓക്കെ, മുജീബ് ഓക്കെ എന്ന് പറഞ്ഞു. ക്ലിയർ ആയോ? നമുക്ക് ട്രയൽ ബാലൻസിന്റെ ബേസ് ചെയ്തിട്ട് ഇപ്പൊ ഒബ്ജക്റ്റീവ് ക്വസ്റ്റിനോട്ട് നമുക്ക് പോകാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ 2 സം എടുത്ത ട്രയൽ ബാലൻസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ കണ്ടു. ഓക്കെ, ഞാനതൊന്ന് ക്ലാരിഫൈ ചെയ്ത് തരാം കേട്ടോ അനു. ആക്ച്വലി മോർണിംഗ് സെൻഡ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ശരിക്കും 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ അത് ബേസ് ചെയ്തിട്ട് ഞാൻ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യേണ്ടതെന്ന് ചെയ്തിട്ട് അങ്ങനെ ഫുൾ ആയിട്ട് അങ്ങോട്ട് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം കേട്ടോ. സുനിൽ വാര്യർ, ഇല്ല ഞാൻ ചെക്ക് ചെയ്തായിരുന്നു. സുനിൽ അങ്ങനെ ഒരു 3-4 പേരെ നോക്കിയിട്ടുണ്ടായിരുന്നു, കണ്ടില്ല ക്ലാസ്സിൽ. ഓക്കെ, റെക്കോർഡ് കേൾക്കൂ സുനിൽ. ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യൂ. ഓക്കെ, അതുപോലെ കുറേ ആബ്സെൻറ്റീസ് ഉണ്ടെന്ന് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്യുക കറക്റ്റ് ടൈമിൽ തന്നെ. പ്രോബ്ലം പേപ്പർ ആണല്ലോ. അപ്പം നമുക്ക് ഇപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ സ്പീഡപ്പ് ആകാൻ സാധിക്കും. ഓട്ടോമാറ്റിക് നമ്മൾ ചേഞ്ച് ആകും. ഇപ്പോൾ ഒരു ക്ലാസ് മിസ് ചെയ്യുമ്പോൾ അപ്പോൾ അടുത്തത് നമുക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ ആണല്ലോ വരുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ റെക്കോർഡ് സെഷൻ കാണാം, പക്ഷെ മാക്സിമം ലൈവ് സെഷൻ തന്നെ അറ്റൻഡ് ചെയ്യുക. അപ്പം നമുക്ക് ഓൺ ദ സ്പോട്ട് തന്നെ ഉടനെ ക്ലിയർ ചെയ്ത് പോവാമല്ലോ. ഓക്കെ, ഓക്കെ. സോ നമുക്ക് ട്രയൽ ബാലൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. ഒരു ഫസ്റ്റ് ഇപ്പം നമുക്ക് എന്താ നോക്കാം, ജസ്റ്റ് ഒന്ന് ലിസൺ ചെയ്തോളൂ. ഫസ്റ്റ്, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്? ആക്ച്വലി ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ മെയിൻ പർപ്പസ് എന്താണ്? മെയിൻ പർപ്പസ് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ്? ഫസ്റ്റ് പ്രൈമറി ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് നമ്മുടെ പർപ്പസ് എന്താണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്? ടു പ്രിപ്പയർ ദ ഇൻകം സ്റ്റേറ്റ്മെന്റ്, നെക്സ്റ്റ് വൺ ടു ചെക്ക് ദ അക്യുറസി ഓഫ് ലെഡ്ജർ എൻട്രീസ്, നെക്സ്റ്റ് ടു കാൽക്കുലേറ്റ് നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ്, ടു റെക്കോർഡ് ട്രാൻസാക്ഷൻ. എന്തായാലും നമ്മുടെ ആൻസർ ബി ആണ്, ടു ചെക്ക് ദ അക്യുറസി. ലെഡ്ജർ എൻട്രീസുടെ അക്യുറസി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ചെക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ പ്രൈമറി പർപ്പസ് ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ ഫസ്റ്റ് പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ലെഡ്ജർ എൻട്രീസിന്റെ അക്യുറസി ചെയ്യാം, എന്താണ് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ സാധിക്കും. അക്യുറസി എന്ന് പറയുമ്പോൾ എന്താണ്? അതിന്റെ എത്രത്തോളം കറക്റ്റ്നെസ് ഉണ്ട്, അത് ട്രൂത്ത് ആണോ എന്ന് ജസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? ചെക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ട്രയൽ ബാലൻസ്? ട്രയൽ ബാലൻസിന്റെ ഫീച്ചർ അല്ലാത്തത് എന്താണ്? ഞാൻ ഓൾറെഡി തിയറി പാർട്ടിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ട്രയൽ ബാലൻസിന്റെ ഫീച്ചർ അല്ലാത്തത് എന്താ?
ഫസ്റ്റ് ഇപ്പോൾ ഓപ്ഷൻ എന്താ തന്നിട്ടുണ്ട്? ഓപ്ഷൻ എ, ലിസ്റ്റ് ഓൾ ദ അക്കൗണ്ട്സ് വിത്ത് ദയർ ബാലൻസസ്. നെക്സ്റ്റ്, ഹെൽപ്സ് ഡിറ്റക്ട് എറേഴ്സ് ഇൻ ദ ജനറൽ ലെഡ്ജർ. നെക്സ്റ്റ്, ഇൻക്ലൂഡ് എ സമ്മറി ഓഫ് കമ്പനി ഇൻകം ആൻഡ് എക്സ്പെൻസ്. നെക്സ്റ്റ്, എൻഷുർ ടോട്ടൽ ഡെബിറ്റ് ഈക്വൽ ടു ടോട്ടൽ ക്രെഡിറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം ട്രയൽ ബാലൻസിന്റെ ഫീച്ചർ ആദ്യം എന്തൊക്കെയാ ഫീച്ചർ നോക്കാം. അപ്പൊ എന്തൊക്കെയാ നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ ഏതാ ഫീച്ചർ അല്ലാത്തതെന്ന് കിട്ടുമല്ലോ. അപ്പം ട്രയൽ ബാലൻസിന്റെ ഫീച്ചർ എന്താ? അതിൽ എല്ലാ അക്കൗണ്ടും അതിന്റെ എന്ത് കാണിക്കും? ബാലൻസും കാണിക്കും. അതുപോലെ എറർ ഡിറ്റക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ടോട്ടൽ ഡെബിറ്റ് ഞാൻ എപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ട്രയൽ ബാലൻസിനെ സംബന്ധിച്ചിടത്തോളം എന്താ? ഡെബിറ്റ് ഈക്വൽ ടു എന്താണ്? ക്രെഡിറ്റ് ആണ് അല്ലേ? സോ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ട്രയൽ ബാലൻസിന് ഇല്ലാത്ത ഫീച്ചറാണ് എന്ത്? ഓപ്ഷൻ സി ആണ് ആൻസർ. എന്തായിരുന്നു ഓപ്ഷൻ സിയിൽ? ഇറ്റ് ഇൻക്ലൂഡ്സ് എ സമ്മറി ഓഫ് കമ്പനി ഇൻകം. കമ്പനിയിലെ ഇൻകം എക്സ്പെൻസിന്റെ സമ്മറി ഒന്നും അല്ല ട്രയൽ ബാലൻസിൽ ഉണ്ടാവുക. സോ ഇറ്റ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ട്രയൽ ബാലൻസ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇൻ എ ട്രയൽ ബാലൻസ് ടോട്ടൽ ഓഫ് ദ ഡെബിറ്റ് സൈഡ് മസ്റ്റ് ഈക്വൽ ദ ടോട്ടൽ ഓഫ് ദ ക്രെഡിറ്റ് സൈഡ്. അത് എപ്പോഴും ഞാൻ പറയുന്നതാണ്. ട്രയൽ ബാലൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡിന്റെ ടോട്ടലും അതേപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിന്റെ ടോട്ടലും എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഈ കോൺസെപ്റ്റിനെ പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ, ഡബിൾ എൻട്രി സിസ്റ്റം. ബി, മാച്ചിങ് പ്രിൻസിപ്പിൾ. സി, അക്കൗണ്ടിങ് ഇക്വേഷൻ. ഡി, ഗോൾഡൻ റൂൾ. അപ്പൊ എന്തായിരുന്നു നമ്മുടെ ആൻസർ? അതായത് ഓപ്ഷൻ എ, ഡബിൾ എൻട്രി സിസ്റ്റം ആണ്. അപ്പൊ എന്തായിരുന്നു? ഇൻ എ ട്രയൽ ബാലൻസിൽ ടോട്ടൽ ഓഫ് ഡെബിറ്റ് സൈഡ് വന്നിട്ട് എന്തിന് ഈക്വൽ ആയിരിക്കണം? ക്രെഡിറ്റ് സൈഡിന് ടോട്ടൽ ഈക്വൽ ആയിരിക്കണം. അതിനെ പറയുന്നതാണ് എന്ത്? ഡബിൾ എൻട്രി സിസ്റ്റം. ശരിയാ? അതേപോലെ തന്നെ നിങ്ങൾ എന്താ ലിസൺ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ നമ്മളിപ്പം ഡബിൾ എൻട്രി സിസ്റ്റമാണ് ഇപ്പൊ എന്തെന്ന് പറഞ്ഞ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഈക്വൽ എന്ന് പറഞ്ഞത്. ഗോൾഡൻ റൂൾ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരണം കേട്ടോ. എന്തൊക്കെയാ ഗോൾഡൻ റൂൾ എന്ന് അക്കൗണ്ടിങ്ങിൽ ചോദിക്കുമ്പോൾ തന്നെ എന്താ ഉടനെ ഓർമ്മ വരണ്ടേ? നമുക്ക് 3 അക്കൗണ്ട് ഉണ്ട്. എന്തൊക്കെയാ? റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, അതേപോലെ തന്നെ എന്താ? നോമിനൽ അക്കൗണ്ട്. ഇത് ഞാൻ എല്ലാ ക്ലാസ്സിലും ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മൈൻഡിൽ അങ്ങനെ നിൽക്കാനാണ് കേട്ടോ. സോ റിയൽ അക്കൗണ്ടിന്റെ ജേണൽ എന്തായിരുന്നു? നമ്മുടെ ഗോൾഡൻ റൂൾ എന്താണ്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഓക്കെ, അതേപോലെ തന്നെ പേഴ്സണൽ അക്കൗണ്ട് എന്തായിരുന്നു ഗോൾഡൻ റൂള്? ഡെബിറ്റ് ദ റിസീവർ, അതേപോലെ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ദ ഗിവർ. ഓക്കെ, അതേപോലെ നോമിനൽ അക്കൗണ്ടിൽ എന്തായിരുന്നു ഗോൾഡൻ റൂള്? ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഓക്കെ, ഇത് ഗോൾഡൻ റൂൾ. അപ്പോൾ അക്കൗണ്ടിങ്ങിന്റെ ഗോൾഡൻ റൂൾ എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഇരിക്കരുത്. ഉടനെ തന്നെ മനസ്സിലാക്കണം. 3 അക്കൗണ്ട് ഉണ്ട്: പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ടിന്റെ റൂൾ എന്തായിരുന്നു? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് ജേണൽ എൻട്രി ഫാസ്റ്റ് ആയിട്ട് എഴുതാൻ സാധിക്കും. ട്രയൽ ബാലൻസ് ഡെബിറ്റ് സൈഡ് ആണോ ക്രെഡിറ്റ് സൈഡോ അറിയാൻ സാധിക്കും. ഓക്കെ, അതേപോലെ പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂൾ എന്താ? ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. നോമിനൽ അക്കൗണ്ടിന്റെ റൂൾ എന്താ? ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസസ്. എല്ലാ എക്സ്പെൻസസും ലോസസും ഡെബിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ എല്ലാ ഇൻകംസും ഗെയിൻസും എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് എറർ വിൽ നോട്ട് ബി ഡിറ്റക്റ്റഡ് ബൈ ട്രയൽ ബാലൻസിൽ ഏതിലൂടെയാണ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കാത്തത്? അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ട്രാൻസ്പോസിഷൻ എറർ, omission of an entry, wrong account posting, mathematical error in the trial balance will not be detected by trial balance. ഉദ്ദേശിക്കുന്നത് omission of an entry എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ തിയറി എടുക്കുന്ന സമയത്ത് പറഞ്ഞു omission അതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു പറഞ്ഞു. omission of an entry എന്ന് പറഞ്ഞാൽ ഒരു ജേണൽ എൻട്രിയെ ഫുള്ളായിട്ട് ഒമിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞുണ്ടെങ്കിൽ, omission of ഇപ്പൊ എന്തെങ്കിലും നമ്മൾ ഏതെങ്കിലും ഐറ്റം ആണ് ഒമിറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. omission of an എൻട്രി എഴുതാൻ തന്നെ നമ്മൾ അത് വിട്ടുപോയി എന്നുണ്ടെങ്കിൽ ട്രയൽ ബാലൻസിലൂടെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കില്ല. ട്രയൽ ബാലൻസിലൂടെ അതൊരു സൊല്യൂഷൻ ആക്കിയിട്ട് എടുക്കാൻ സാധിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് 5th question, trial balance is prepared after which of the following steps? അപ്പൊ ട്രയൽ ബാലൻസ് വന്നിട്ട് നമ്മൾ എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് ആഫ്റ്റർ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഉദ്ദേശിക്കുന്നത് പോസ്റ്റിംഗ് ജേണൽ എൻട്രീസ് ടു ലെഡ്ജർ. അപ്പൊ ജേണൽ എൻട്രി എവിടേക്ക് പോസ്റ്റ് ചെയ്യും? ലെഡ്ജറിൽ. അതേപോലെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. നെക്സ്റ്റ് പ്രിപ്പയറിംഗ് ഇൻകം സ്റ്റേറ്റ്മെന്റ്സ്. നെക്സ്റ്റ് ക്ലോസിംഗ് ദ ബുക്സ്. അപ്പൊ എന്തായിരുന്നു ആൻസർ? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. എന്തായിരുന്നു? പോസ്റ്റിംഗ് ജേണൽ എൻട്രി ഇൻ ടു ലെഡ്ജർ. അതായത് ജേണൽ എൻട്രീസ് വന്നിട്ട് ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യുക. അതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ട്രയൽ ബാലൻസ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് what will happen if the total of the debit column in the trial balance is greater than total of credit column? അതായത്
ടോട്ടൽ ഡെബിറ്റ് കോളം എന്ന് ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് കോളം ക്രെഡിറ്റ് കോളത്തിനേക്കാളും ഗ്രേറ്റർ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ട്രയൽ ബാലൻസ് ഓപ്ഷൻ ഇൻകറക്റ്റ് എറേഴ്സ് നീഡ് ടു ബി കറക്റ്റഡ്. അതുപോലെ നെക്സ്റ്റ് ബി എന്തായിരുന്നു ഓപ്ഷൻ? ട്രയൽ ബാലൻസ് വിൽ സ്റ്റിൽ ബി കറക്റ്റ് ആസ് ലോങ് ആസ് ടോട്ടൽ ഡിഫറൻസ് ഈസ് സ്മോൾ. Next, it means that no errors have been made. Next, trial balance is valid but need further investigation. സോ നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? അതായത് ഓപ്ഷൻ എ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഡെബിറ്റ് കോളം വന്നിട്ട് ഗ്രേറ്റർ ആണ് ക്രെഡിറ്റ് കോളത്തിനേക്കാൾ എന്ന് പറയുമ്പോൾ അവിടെ എന്താ വരിക? ട്രയൽ ബാലൻസ് ആക്ച്വലി ഇൻകറക്റ്റ് ആണ് വരിക. അപ്പോൾ ആ എറേഴ്സ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ജസ്റ്റ് കറക്റ്റ് ചെയ്തിരിക്കണം. നീഡ് ടു ബി കറക്റ്റഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ട്രയൽ ബാലൻസ്. അതായത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? റവന്യൂ അക്കൗണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അഡ്ജസ്റ്റിംഗ് എൻട്രീസ്. അപ്പം നമ്മൾ എന്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് വെച്ചാൽ റവന്യൂ അക്കൗണ്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. കാരണം നമ്മൾ എന്ത് കാണിക്കുന്നുണ്ട്? അതായത് ഇൻകം കാണിക്കുന്നുണ്ട്, ഇൻകം എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട് അല്ലെ. സോ റവന്യൂ അക്കൗണ്ട് ഇൻക്ലൂഡ്. ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ഇതൊക്കെ പറയുന്നത് എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എടുക്കുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ എന്താണ് ഓർഡർ എന്നാണ്. ഓക്കെ, ഫസ്റ്റ് എന്തായിരുന്നു ഓപ്ഷൻ? ഫസ്റ്റ് കൊടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ജേർണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യുക, ദെൻ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക. നെക്സ്റ്റ് ഓപ്ഷൻ ബി ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക, ജേർണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യുക. നെക്സ്റ്റ് ജേർണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യുക, ആഫ്റ്റർ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക. നെക്സ്റ്റ് എന്തായിരുന്നു? ദർ ഇസ് നോ സ്പെസിഫിക് ഓർഡർ. നമ്മുടെ ആൻസർ എന്തായിരുന്നു? ആക്ച്വലി ഓപ്ഷൻ എ ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ജേർണൽ എൻട്രീസ് എന്ത് ചെയ്യുക? ഫസ്റ്റ് ഫുള്ളും റെക്കോർഡ് ചെയ്യുക ആൻഡ് ദെൻ എ ട്രയൽ ബാലൻസ് എന്ത് ചെയ്യുക? നമ്മൾ അതിനുശേഷം പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പം നമ്മളിപ്പം എങ്ങനെയെന്ന് വെച്ചാൽ നോക്കേണ്ടത് നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ജേർണൽ എൻട്രീസ് വന്നിട്ട് റെക്കോർഡ് ചെയ്തതിനു ശേഷം നമ്മൾ അതിനുശേഷമാണ് എന്ത് ചെയ്യുക? ട്രയൽ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് വിച്ച് ടൈപ്പ് ഓഫ് ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റിംഗ് എൻട്രീസ്. എല്ലാ എൻട്രീസും പോസ്റ്റ് ചെയ്തതിനു ശേഷം ഏത് ടൈപ്പ് ഓഫ് ട്രയൽ ബാലൻസ് ആണ് പ്രിപ്പയർ ചെയ്യുക? അത് ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചു. ടൈപ്പ് ഓഫ് ട്രയൽ ബാലൻസിൽ വരുന്നതാണ് ഈ അൺഅഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ്, അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസിങ്ങുള്ളതൊക്കെ. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ട്രയൽ ബാലൻസ് എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യാന്ന് ചോദിച്ചാൽ ആഫ്റ്റർ ഓൾ എൻട്രീസ് ആർ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ആർ പോസ്റ്റഡ്. അതായത് ആൻസർ എന്ന് പറയുന്നത് അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് ആണ്. അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് എന്ന് വെച്ചാൽ എന്താണ്? ആക്ച്വലി ഈ ട്രയൽ ബാലൻസ് എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുന്നത് പറഞ്ഞാൽ ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ആർ പ്രിപ്പയർഡ്. എല്ലാ അഡ്ജസ്റ്റിംഗ് എൻട്രീസും പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുക? ഈ അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇൻ ട്രയൽ ബാലൻസ് if an account has a credit balance it should be listed in which column. അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വൃത്തിയായിട്ട് അറിയാം അതെന്താണ്? ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ഡെബിറ്റ് കോളം, ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ഇവിടെ കാണിക്കും ക്രെഡിറ്റ് കോളം. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ തന്നിട്ടുണ്ട് ഡെബിറ്റ് കോളം, ക്രെഡിറ്റ് കോളം, ബോത്ത് കോളം, നൈദറും തന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ആൻസർ എന്താണ്? ക്രെഡിറ്റ് കോളം ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് വാട്ട് ഈസ് ദ റിസൾട്ട് ഇഫ് ദ ടോട്ടൽ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഡു നോട്ട് മാച്ച് ഇൻ ദ ട്രയൽ ബാലൻസ്. അതായത് ഇപ്പോൾ നമ്മുടെ ട്രയൽ ബാലൻസ് ഡെബിറ്റിന്റെ ടോട്ടലും ക്രെഡിറ്റിന്റെ ടോട്ടലും മാച്ച് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും റിസൾട്ട് വരിക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്താണ് ഇപ്പൊ നമ്മുടെ ഓപ്ഷൻ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വിൽ സ്റ്റിൽ ബി പ്രിപ്പയർഡ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. ട്രയൽ ബാലൻസ് ഈസ് കൺസിഡർഡ് അക്യുറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. നെക്സ്റ്റ് ഓപ്ഷൻ സി എറേഴ്സ് ഇൻ പോസ്റ്റിംഗ് ഓർ കാൽക്കുലേഷൻ മസ്റ്റ് ബി ഐഡന്റിഫൈഡ് ആൻഡ് കറക്റ്റ്. നെക്സ്റ്റ് വൺ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ കാൽക്കുലേഷൻ എറർ ഇൻ ദ ഫൈനൽ അക്കൗണ്ട്സ്. സോ ആക്ച്വലി ടോട്ടൽ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് വന്നിട്ട് ഇപ്പോൾ ട്രയൽ ബാലൻസിന് മാച്ചേ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും റിസൾട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മാച്ച് ആയിട്ടില്ല പറയുമ്പോൾ നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഡെബിറ്റിനും ക്രെഡിറ്റും ഈക്വൽ ആയിരിക്കണം. സോ അങ്ങനെ ഇപ്പോൾ ഈക്വൽ ആയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ആൻസർ? എന്താ? എറർ ഇൻ പോസ്റ്റിംഗ് ഓർ കാൽക്കുലേഷൻ. അപ്പോൾ പോസ്റ്റ് ചെയ്തൊരു എറർ ഉണ്ട്, ആ കാൽക്കുലേഷൻ ഐഡന്റിഫൈ ചെയ്തിരിക്കണം, അതേപോലെ റെക്ടിഫൈ കറക്ഷനും നടത്തിയിരിക്കണം. ഓക്കെ, ആൻസർ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ആഫ്റ്റർ പ്രിപ്പയറിംഗ് ആൻ അൺഅഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ്. സോ അൺഅഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിനു ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ എന്താ? അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ഒക്കെ എന്ത് ചെയ്യുക? മേക്ക് ചെയ്യുക. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എന്ത് ചെയ്യുക? മേക്ക് ചെയ്യുക. ഫസ്റ്റ് ഓപ്ഷൻസ് ഫോർ പ്രിപ്പയറിംഗ് ഇൻകം സ്റ്റേറ്റ്മെന്റ്സ്, അതേപോലെ തന്നെ നെക്സ്റ്റ് മേക്കിംഗ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ്, പോസ്റ്റിംഗ് ക്ലോസിംഗ് എൻട്രീസ്, പ്രിപ്പയറിംഗ് ബാലൻസ് ഷീറ്റ്, ഇത് ഫുള്ളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വാട്ട് ഈസ് നെക്സ്റ്റ് സ്റ്റെപ്പ്? ഇപ്പോൾ അൺഅഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിനു ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അഡ്ജസ്റ്റിംഗ് എൻട്രീസ് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്കിപ്പോൾ ടൈപ്സ് ഓഫ് ട്രയൽ ബാലൻസ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ്? ട്രയൽ ബാലൻസ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസും ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്? അൺഅഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസും ഉണ്ട്. ഓക്കെ, അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് ഒരെണ്ണം,
നെക്സ്റ്റ് എന്തായിരുന്നു അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് ഒരെണ്ണം. നെക്സ്റ്റ് ആയിരുന്നു എന്താ അൺഅഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ്. ഓക്കെ, അൺഅഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ്. ഓക്കെ, അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതായത് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് അല്ലാതെ നമ്മൾ എന്ത് ചെയ്യും, കൺസിഡർ ചെയ്തിരിക്കണം. ഓക്കെ, കൺസിഡർ ചെയ്തിരിക്കണം. ഓൾ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എന്ത് ചെയ്തിരിക്കണം, കൺസിഡർ ചെയ്തിരിക്കണം. ഓക്കെ, അൺഅഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, അൺഅഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പം ജേണൽ എൻട്രീസ് ഒക്കെ നമ്മളെല്ലാം പ്രോപ്പർ ആയി ചെയ്തതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് വന്നിട്ട് മേക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഡിസോർഡർ ആയിട്ട് കറക്റ്റ് ആയിട്ട് ഇപ്പോൾ ട്രയൽ ബാലൻസിൽ ഇപ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡ് എന്താണ് ക്രെഡിറ്റ് സൈഡ് എന്താണ് അങ്ങനെയൊന്നും പ്രോപ്പർ ആയിട്ട് ഉണ്ടാവില്ല. അതാണ് അൺഅഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ്. സോ അതൊക്കെ കറക്റ്റ് ആയതിനു ശേഷമായിരിക്കും എന്ത് ചെയ്യുക, മേക്കിംഗ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത് ടൈപ്സ് ഓഫ് ട്രയൽ ബാലൻസിൽ അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസും ഉണ്ട്, അൺഅഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസും ഉണ്ട്. അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, എല്ലാ കറക്റ്റായ എൻട്രീസ് ഒക്കെ എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് മേക്ക് ഔട്ട് ചെയ്യുക. ഓക്കെ, കൺസിഡർ ചെയ്യുക. അതേപോലെ അൺഅഡ്ജസ്റ്റഡ് പറയുമ്പോൾ എന്താ, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും എല്ലാം പ്രോപ്പർ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോസ്റ്റ് എന്താ ഡിസോർഡറായി കിടക്കുന്ന കറക്റ്റ് പോസ്റ്റ് ചെയ്തിരിക്കണം. അതിനുശേഷമായിരിക്കും എന്ത് ചെയ്യുക, അഡ്ജസ്റ്റിംഗ് എൻട്രീസ് വന്നിട്ട് മേക്ക് ചെയ്യുക. ഓക്കെ, സോ ഇപ്പൊ നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഇപ്പൊ ട്രയൽ ബാലൻസ് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്തു. അപ്പൊ ക്ലിയർ ആയോ? Question 7. Which of the following is included in trial balance? ഇപ്പോൾ സിമ്പിളായി ഇപ്പോൾ പറയുകയാണെങ്കിൽ ട്രയൽ ബാലൻസിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ല. ഓക്കെ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ വരുന്നതാണ് എന്തൊക്കെയാന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റ്, അതേപോലെ തന്നെ ഇൻകം സ്റ്റേറ്റ്മെന്റ്, അതേപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഇതൊക്കെ. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ട്രയൽ ബാലൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രയൽ ബാലൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താണ്, റവന്യൂ അക്കൗണ്ട്സ് ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്യുക. റവന്യൂ അക്കൗണ്ട്സ് ഉദ്ദേശിക്കുന്നത് അതിനിപ്പോൾ റവന്യൂ അക്കൗണ്ട് ഇപ്പോൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻകം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഇൻകം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ട്രയൽ ബാലൻസിൽ ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഷോൺ ചെയ്യുക. ശരിയാ? ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ഒക്കെ നമ്മൾ എന്താ ചെയ്യുക, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തായിരിക്കും എടുക്കുക. സോ അത് ട്രയൽ ബാലൻസ് രണ്ടറിൽ വരില്ല. ഏതാ ഇൻക്ലൂഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റവന്യൂ അക്കൗണ്ട് കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമുക്ക് റവന്യൂ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ സെയിൽ ചെയ്തു അതിന് കിട്ടുന്ന ഇൻകം റവന്യൂ അക്കൗണ്ടിൽ വന്നിട്ട് നമ്മൾ അത് കാണിക്കും. അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഇൻകം ഏർണിങ്സ് എല്ലാം അതെവിടെ കാണിക്കുക, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് ക്രെഡിറ്റ് സൈഡാണ് കാണിക്കുക. ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ വരുന്ന സംഭവങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആയോ മുജീബ്? വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? മുജീബിന് ക്ലിയർ ആയോ? സോ ഇപ്പൊ ജേണൽ എൻട്രീസ് ലെഡ്ജറിലോട്ട് പോസ്റ്റിംഗ് ടു ലെഡ്ജർ, അതേപോലെ ഇപ്പൊ ട്രയൽ ബാലൻസ് ഫുള്ളായിട്ട് ക്ലാസ്സസ് വന്നിട്ട് അതേപോലെ തന്നെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എല്ലാം വർക്ക്ഔട്ട് ചെയ്യുക കേട്ടോ. അപ്പോഴൊന്ന് സ്പീഡപ്പ് ആവുക. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അല്ലേ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വെച്ചാൽ ഒന്ന് പറഞ്ഞുതരാം. അതായത് നമുക്ക് വരുന്നുണ്ട് കേട്ടോ ടോപ്പിക്ക്, അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കണം. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി നമ്മൾ ഇപ്പൊ എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ എത്ര ഫണ്ട് വന്നിട്ടുണ്ട്, എത്ര സോഴ്സസ് ഓഫ് ഫണ്ട് വന്നിട്ടുണ്ട് എന്ന് നമ്മൾ ജനറേറ്റ് ചെയ്യാനാണ്. അതായത് എത്ര ഇൻഫ്ലോ വന്നിട്ടുണ്ട്, എത്ര ഔട്ട്ഫ്ലോ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരു ബിസിനസ്സിനുള്ളിൽ ക്യാഷ് എത്രത്തോളം വന്നിട്ടുണ്ട്, ഔട്ട്ഫ്ലോ ബിസിനസ്സിന് പുറത്ത് എത്ര ക്യാഷ് പോയിട്ടുണ്ട്. ഓക്കെ, ആ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ സെർട്ടൈൻ ഹെഡിങ്സ് ഉണ്ട്, കാറ്റഗറി ഉണ്ട്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, അതിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ തന്നിട്ടുണ്ടാവും. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് പറയുമ്പോൾ ഡെയിലി ഇപ്പോൾ ഓരോ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ ഡെയിലി എന്തൊക്കെയാണ് ഉണ്ടാകും, അതിൽ ട്രാൻസാക്ഷൻസ് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ആ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. നെക്സ്റ്റ് അതേപോലെ തന്നെ ഫിനാൻസിങ് ആക്ടിവിറ്റീസ്,
ഫിനാൻസ് ഇപ്പോൾ ഷെയർസ് അതിന് റിലേറ്റ് ചെയ്തിട്ടൊക്കെ കേട്ടോ, ഫിനാൻസിങ് ആക്ടിവിറ്റീസ്, അതേപോലെ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ട് നമുക്ക് എത്ര സോഴ്സസ് ഓഫ് ഫണ്ട് എത്രയുണ്ട്, ഫണ്ട് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എത്രയുണ്ട്, നമ്മുടെ ബിസിനസ്സിൽ എത്ര ഇൻകം ഉണ്ട്, എത്ര ഇൻഫ്ലോ ഉണ്ട്, ഔട്ട്ഫ്ലോ ഉണ്ട്, എല്ലാം നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇത് ആക്ച്വലി നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂൾ ഇതൊരു ടോപ്പിക്കായിട്ട് തന്നെ നമുക്ക് വരുന്നുണ്ട്. ഇതിന്റെ ഈ ടോപ്പിക്ക് സംസ് ഒക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോഴത്തേക്ക് നിങ്ങളെ ബേസിക് ആയിട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എത്ര ഇൻഫ്ലോ ഉണ്ട് എത്ര ഔട്ട്ഫ്ലോ ഉണ്ടെന്ന് അനലൈസ് ചെയ്യാനാണ്. അത് എന്തിലൂടെ അനലൈസ് ചെയ്യാൻ പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഫിനാൻസിങ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ഇതിലൂടെയൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും. സോഴ്സസ് ഓഫ് ഫണ്ട്, ഇപ്പോൾ ഫണ്ട് വരുന്ന സോഴ്സസ് ഇപ്പോൾ എന്തൊക്കെയാ, റിസർവ് ആൻഡ് സർപ്ലസ്, അങ്ങനെ ജനറൽ റിസർവ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതേപോലെ തന്നെ അത് എത്രയുണ്ടെന്ന് അനലൈസ് ചെയ്യാൻ, ഇപ്പൊ എത്ര പ്രോഫിറ്റ് ഉണ്ട് ഈ ആക്ടിവിറ്റീസിലൊക്കെ, എങ്ങനെയൊക്കെയാണ് ക്യാഷ് ഇൻഫ്ലോ ഔട്ട്ഫ്ലോ ജനറേറ്റ് ആയിരിക്കുന്നത് പ്രിപ്പയർ ചെയ്യാനാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, മുജീബ് ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ നമ്പർ 7 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റും ക്ലിയർ ആയോ? ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ മുജീബ്, ഓക്കെ, ബാക്കിയുള്ളവർക്ക്? എല്ലാവരും ഓക്കെ. സുനിൽ, ക്ലാസ് ഫുൾ ആയിട്ട് ഒന്ന് ആ സെഷൻസ് ഒന്ന് കേട്ടോളൂ കേട്ടോ. ജേണൽ എൻട്രീസ്, ട്രാൻസാക്ഷൻസ് എപ്പോഴും വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഇപ്പൊ മൺഡേ ടു എടുത്തതിൽ നിന്ന് ക്ലാസ് ഫുൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ അറ്റൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, സോ നമ്മുടെ ഇപ്പോൾ ഈ വീക്കെൻഡ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നതായിരിക്കും. ഇപ്പോൾ മൺഡേ തൊട്ട് ഫ്രൈഡേ വരെ ക്ലാസ് ഫുള്ളും അറ്റൻഡ് ചെയ്താലാണ് നിങ്ങൾക്ക് ഒന്ന് എല്ലാത്തിനും ഫുൾ മാർക്കായിട്ട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കറക്റ്റ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ജേണൽ എൻട്രീസിന്റെ പ്രോബ്ലംസ്, പോസ്റ്റിംഗ് ടു ലെഡ്ജർ പോസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ട്രയൽ ബാലൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് എടുത്തിരിക്കുന്നത്. അത് ഫുള്ളായിട്ട് ഒന്ന് സ്പീഡപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, നോട്ട്സ് അപ്ലോഡ് ചെയ്തതിലൊക്കെ അതേപോലെ തന്നെ പ്രോബ്ലംസ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്, അത് വർക്ക്ഔട്ട് ചെയ്യുക കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ തന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണേ. ഓക്കെ, അനു, ദേവിക, ഓക്കെ, നമ്പർ സെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. എല്ലാം ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക കേട്ടോ. ജേണൽ എൻട്രീസ്, ലെഡ്ജർ കാര്യങ്ങളൊക്കെ നോക്കുക, ട്രയൽ ബാലൻസ്. അപ്പോൾ ഒന്ന് പെട്ടെന്ന് മനസ്സിലാവും. എല്ലാം കഴിഞ്ഞ ശേഷം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ഒക്കെ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ശരി, താങ്ക് യു.